ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്പ് അച്ഛൻ, ഫാദർ പൗലോസ് പാറക്കര കോർ എപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട ഷാജി തോമസ് അച്ഛൻ, കർത്താവിൽ പ്രിയ ദൈവജനത്തെ ഏവർക്കും ക്രിസ്തുവേശിയുള്ള സ്നേഹമുണ്ട്. UAE സെൻട്രൽ പാരിഷ് മിഷൻ പുതിയ പ്രവർത്തന പന്ഥാവുകൾ വെട്ടിത്തുറന്ന് അനുഗ്രഹകരമായിട്ട് പ്രവർത്തന മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പതിവായുള്ള സെൻട്രൽ മീറ്റിങ്ങുകൾക്ക് അപ്പുറമായിട്ട് ആദ്യമായി UAE എല്ലാ ശാഖകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഫാമിലി കോൺഫറൻസ് ഗുജറാത്തിൽ വെച്ച് നടത്തുവാൻ ദൈവം സഹായിച്ചു. കൂടാതെ ഡിസംബർ മാസം ക്രിസ്തുവിൻ്റെ തിരുജനനത്തോട് അനുബന്ധിച്ച് UAE വിവിധ എമിറേറ്റ്സുകളിൽ ക്യാമ്പുകൾ കണ്ടെത്തി അവിടെ ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് കടന്നു ചെന്ന് അവരോട് സമ്മാനിക്കുവാൻ ഇടപെടുവാൻ ദൈവമിടയാക്കി. അനുഗ്രഹീതരായ പ്രഭാഷകരെ ലഭിക്കുന്നതനുസരിച്ചിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഉണർവ് യോഗങ്ങൾ വിവിധ ശാഖകളിൽ നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഇടവകയിൽ വെച്ച് UAE സെൻട്രൽ പാരിഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് യോഗം നടത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കും. അതോർ ദൈവത്തെ സ്തുതിക്കും. കൂടുതൽ മുഖവരില്ലാതെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത നിർവഹിക്കുന്നത് UAE സെൻട്രൽ പാരിഷ് മിഷന്റെ പ്രസിഡന്റായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ജോൺ ഫിലിപ്പ് അട്ടത്തറയിൽ അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഞാൻ നിങ്ങളോട് എന്ത് പറയാം? ഈ വലിയ ഇടവകയുടെ ഒരുപാട് തിരക്കുള്ള ശുശ്രൂഷയുടെ മധ്യത്തിൽ സെന്ററിന്റെ ഈ ചുമതലയിൽ അനുഗ്രഹകരമായിട്ട് അച്ഛൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. UAE അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഈ ശുശ്രൂഷയ്ക്ക് അച്ഛൻ നേതൃത്വം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ യോഗത്തിലേക്ക് UAE സെൻട്രൽ പാരിഷ് മിഷന്റെ നാമത്തിലും അബുദാബി ശാഖയുടെ നാമത്തിലും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ന് മുഖ്യാതിഥിയായിട്ട് കടന്നു വന്ന് ദൈവജനം പങ്കുവയ്ക്കുന്നത് ഫാദർ പൗലോസ് പാറക്കര കോർ എപ്പിസ്കോപ്പ അച്ഛൻ. അച്ഛൻ യാക്കോബായ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടക്കാരനും കേരളത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകനുമാണ്. ഷാലോം TVയിലെ അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ വയനാട് ജില്ലയിലെ മീനങ്ങാട് സ്വദേശിയാണ്. യാക്കോബായ സഭയുടെ മിഷൻ പ്രവർത്തന മേഖലയായ പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ ഡയോസിഷൻ സെക്രട്ടറിയായി കൊടുങ്ങപ്ര സെന്റ് തോമസ് പാരിഷ് വികാരിയുമായി ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മ ഇന്ന് നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നുണ്ട്. കൊച്ചമ്മ ഷാലി കൊച്ചമ്മ. അച്ഛന് പ്രിയപ്പെട്ട 2 മക്കള്. മൂത്ത മകൻ ആൽബർട്ട് പോൾ ഇപ്പോൾ BDS വിദ്യാർത്ഥിയാണ്. ഇളയ മകൻ ഗായോസ് സ്കൂളിൽ പഠിക്കുന്നു. ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പ അച്ഛനെ UAE സെൻട്രൽ പാരിഷ് മിഷന്റെ നാമത്തിലും അബുദാബി ഇടവക മിഷന്റെ നാമത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ഷാജി അച്ഛനും നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷയെ കൂടാതെ UAE സെൻട്രൽ സൺഡേ സ്കൂളിന്റെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ എന്നും അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തിട്ട് ഓടി എത്തിയിരിക്കുകയാണ് ഇതിൽ പങ്കുകൊള്ളുവാൻ. അച്ഛനും കൂടി നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും പ്രിയപ്പെട്ട ഷാജി അച്ഛനെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ UAE സെൻട്രൽ പാരിഷ് മിഷന്റെ നിങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. UAE സെൻട്രൽ പാരിഷ് മിഷന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ടവര്, അതുപോലെ ഗുജറാത്ത്, ഷാർജ, ദുബായ് അങ്ങനെ വിവിധ ശാഖകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഇടവമിഷൻ പ്രവർത്തകരെ, ചുമതലക്കാരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഇടവജനങ്ങളെ, നിങ്ങളെല്ലാവരും കർത്തൃനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇടവമിഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ,
ശുഭസുന്ദരമായ സന്ധ്യാസമയത്ത് യോഗവേദിയിൽ ആഗതരായി അത്യുന്നതന്റെ പാദമെടുത്ത് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി തിരുവചനത്തിന് കാതോർത്തിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. മലങ്കര മർത്തോമാ സുറിയാനി സഭയുടെ കൺവെൻഷൻ വേദികളിൽ പല വർഷങ്ങളായി പലയിടങ്ങളിൽ കർത്താവിൻ്റെ വചനത്തെ സാക്ഷിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മർത്തോമാസഭയിലെ പല തിരി ബിഷപ്പുമാരുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ നാളുകളിൽ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 15 വർഷത്തോളമായി ബഹുമാനപ്പെട്ട ഷാജി തോമസ് അച്ഛനുമായിട്ടുള്ള അടുപ്പം അത് അവർണ്ണനീയമായ കുടുംബ ബന്ധമാണ്. ഞങ്ങൾ ഇന്ന് വീണ്ടും കൂടി കണ്ടപ്പോൾ അത് ദൈവസന്നിധിയിൽ ഓർത്തു. അച്ഛനെ പരിചയപ്പെട്ട അന്ന് മുതൽ അച്ഛൻ ഇന്ന് വരെ ശുശ്രൂഷിച്ച സകല ഇടവകകളിലും സന്ദർശിച്ച് വചനം പങ്കിടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇവിടെയും അച്ഛൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ഇങ്ങനൊരു സന്ദർഭം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വികാരീശനെ ഇന്ന് പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് അച്ഛനോട് മാനസികമായി അവർണ്ണനീയമായ അടുപ്പം അച്ഛനെ കണ്ട മാത്രയിൽ ഉള്ളിലുണ്ടായി എന്ന് ഞാൻ ഷാജി അച്ഛനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുബൈയിൽ കണ്ട ചില പരിചിത മുഖങ്ങളിലൂടെ ഉണ്ട്. ആ പരിചിത മുഖങ്ങളാണ് ഭൂരിപക്ഷവും. ഇന്നിവിടെ ഇങ്ങനെ വരുവാനും നിങ്ങളെ കൂടി കാണുവാനും അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളോട് പങ്കിടുകയാണ് എൻ്റെ നിയോഗം. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞത് നോമ്പിലേക്കുള്ള ചുവടുവെപ്പിനെ കുറിച്ചാണ്, നിരപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ചില ധ്യാന ചിന്തകളാണ് ഇന്ന് നമുക്ക് വേണ്ടി വൈകുന്നേര വേളയിൽ കർത്താവ് വേർതിരിക്കുന്നതെന്ന് ഇങ്ങനെ പ്രത്യാശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് ശുദ്ധമുള്ള മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായം 21 മുതൽ 35 വരെ തിരുവചനങ്ങളാണ്. അച്ഛൻ വായിക്കും, നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ച് ധ്യാനിക്കുക. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുത്ത് വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല, 7 വീതം 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായതിനാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വെച്ച് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവന് നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവന് വിട്ടയച്ചു, കടവും വിളിച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടം പറ്റ ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വിട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഒടുവിൽ വായിച്ച 2 വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കട്ടെ. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ മുന്നിൽ കർത്താവേ, ഇതാ നിന്റെ മക്കൾ നിന്റെ പാദപീഠത്തിലിരിക്കുന്നു. ഞങ്ങൾ നീ കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്, യോഗ്യതയാൽ വന്നതല്ല. പാദപീഠത്തിലിരിക്കുന്ന മക്കളെ കാണണമേ, മനസ്സലിയണമേ, ഞങ്ങൾക്ക് വേണ്ട ആലോചനകൾ പകർന്നു തരണമേ. ആത്മനിലവോടിരിപ്പാൻ ദൈവമേ തിരുസന്നിധി ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളിരിക്കുന്ന ഈ സ്ഥലത്തിന് മുകളിൽ ഇപ്പോൾ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാരിവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിവിടെ പരിമഞ്ഞായി പെയ്തിറങ്ങണമേ. കൊടുങ്കാറ്റായി വീശിയടിക്കണമേ. വചനം തീമഴ പോലെ കത്തി ഇറങ്ങി ഞങ്ങൾ അഗ്നിശുദ്ധി എന്നതുപോലെ ശുദ്ധീകരണം പ്രാപിക്കണമേ. ഉള്ളും
അകത്തുപുറവും നന്നായിട്ട് അറിയുന്ന സർവ്വവല്ലഭനായ തമ്പുരാനെ ഇന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ച് തിരിച്ചയക്കണമേ. ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമായി മാറുവാൻ, ഞങ്ങളുടെ ആന്തരിക സൗഖ്യത്തിൽ ഉതകുവാൻ, ഞങ്ങൾ നീതിരാജ്യത്തിന് അവകാശങ്ങളാകുവാൻ ഇടവരുത്തണമേ. നിൽക്കുന്ന ദാസൻ ബലഹീനല്ലോ, അടിയന്റെ ബലഹീനതയുടെ കൃപത്തി കഴിഞ്ഞ് കൈകിറങ്ങി നിറയണം. നാഥ, ഞങ്ങളെ അവിടുത്തെ പാദപീഠത്തിൽ വയ്ക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നു. സ്തോത്രം. മഹത്വം തമ്പുരാനെടുക്കണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനൊരായിരം നന്ദി. ദൈവമക്കളെ, ഒരുപാട് വട്ടം വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, പരിചിന്തനം ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇപ്പോൾ കേട്ടത്. സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്ന കാലം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഐഹിക വ്യാപാര നാളുകളൊന്നിൽ യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ ശിമോൻ പത്രോസ് യേശുവിന്റെ ചാരയെ ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. ഗുരു, എന്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ, എന്നെ വേദനിപ്പിച്ചാൽ, എന്നെ മുറിവേൽപ്പിച്ചാൽ, എന്റേത് കവർന്നെടുത്താൽ, എന്റേത് മോഷ്ടിച്ചാൽ, എന്റെ അവസരം തട്ടിപ്പൊളിച്ചാൽ, എന്റെ അവസരം നിഷേധിച്ചാൽ, എന്നെ മുറിവേൽപ്പിച്ച എന്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? ഇവിടെ ഒരു പ്രത്യേകത, ചോദ്യകർത്താവ് തന്നെ ഉത്തരവും പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഒത്തിരി പേർക്കുള്ള സ്വഭാവമാണ്. പലരും പലപ്പോഴും പലരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദ്യം കേട്ടയാളിൽ നിന്നൊരു ഉത്തരം വേണമെന്ന് നിലച്ചിട്ടല്ല, ഞാൻ പറയുന്ന മറുപടിക്ക് ഒരു കയ്യൊപ്പ് വെച്ച് തരണമെന്ന പ്രതീക്ഷയോടെയാണ്. ചിലരൊക്കെ ചില പ്രസ്താവനകൾ നടത്തി ചോദിക്കും, അതല്ലേ ശരി, അല്ലേ ശരി. 3 വട്ടം ചോദിക്കുമ്പോൾ ഉവെന്ന് പറഞ്ഞ തൃപ്തിയോ, ഇല്ലെന്ന് പറഞ്ഞാൽ മുഖം വളർത്തുന്നു. ശീമോൻ ഇവിടെ ചോദിച്ചു, എത്ര വട്ടം ക്ഷമിക്കണം? എന്നിട്ട് ഒരു ചോദ്യം കൂടെ, 7 വട്ടം മതിയോ? ഓരെങ്കിലും ഒന്നുകൂടെ കൂട്ടാം. ഇപ്പോൾ ശീമോൻ പത്രോസ് അവന്റെ താല്പര്യം യേശുവിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പത്രോസ് ഈ ചോദ്യവും അതിന്റെ മറുപടിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവന്റെ ഉള്ളം ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ കർത്താവ് ഒന്നുകിൽ താൻ ഇരിക്കുന്നിടത്തേക്ക് എന്നെ വിളിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ നിൽക്കുന്നിടത്തേക്ക് വരും. ഞാൻ അങ്ങോട്ട് ചെന്നാലും തമ്പുരാൻ ഇങ്ങോട്ട് വന്നാലും കൈ ഉയർത്തി എൻ്റെ ചുമലിൽ 2 തട്ട് തട്ടും. എന്നിട്ട് നിറഞ്ഞ കണ്ണോടെ അല്ലെങ്കിൽ തെളിഞ്ഞ കണ്ണോടെ കർത്താവിനെ നോക്കിയിട്ട് പറയും, ശീമോനെ മതി, 7 വട്ടം ഹായ്, ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു, ഇത് മതി. എന്താണ് ശീമോൻ അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്നറിയോ? യഹൂദന്മാരുടെ പാരമ്പര്യവും നിയമവും അനുസരിച്ച് ഒരാളെ വേറൊരാൾ വേദനിപ്പിച്ചാൽ വേദനിച്ചവൻ തന്നെ വേദനിപ്പിച്ചവനോട് പരമാവധി 3 വട്ടം ക്ഷമിക്കണമെന്നാണ് പ്രമാണം. യഹൂദന്റെ നിയമമാണ്. 1 വട്ടം ക്ഷമിക്കുന്നവൻ മനുഷ്യൻ, 2 വട്ടം ക്ഷമിക്കുന്നവൻ മാലാഖ, 3 വട്ടം ക്ഷമിക്കുന്നവൻ ദൈവം. ഇതാണ് യഹൂദന്റെ ചിന്ത. 3 വട്ടമാണ് പരമാവധി ക്ഷമിക്കേണ്ടത് എന്ന് നിയമം പറയുമ്പോൾ ശിമോൻ ചോദിക്കുന്നു, 7 വട്ടം മതിയോ? 3ന്റെ കൂടെ അത്ര കൂടെ ചേർത്ത് ഇരട്ടിയാക്കിയത് പോരാഞ്ഞിട്ട് തൻ്റെ വക ബോണസായി 1 കൂടെ ചേർത്ത് 7 വട്ടം ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിശാലഹൃദയനായ പത്രോസിനെ കർത്താവ് എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും? ഇപ്പോൾ പത്രോസിന്റെ ഉള്ളം പറയുന്നു, കർത്താവ് പറയും, ശീമോനെ ശീമോനെ മതി മതി, ധാരാളമായി. 3 എന്ന് പ്രമാണം പറയുമ്പോൾ 3 കൂടെ ചേർത്ത് ഇരട്ടിയാക്കിയത് പോരാഞ്ഞിട്ട് നിന്റെ വക ബോണസായി 1 കൂടെ ചേർത്ത് 7 വട്ടം ക്ഷമിക്കാൻ തയ്യാറായ നിന്നെ പോലൊരു ശിഷ്യന്റെ ഗുരുവാകാൻ ഭാഗ്യം കിട്ടിയ എന്നെ പോലൊരു ഭാഗ്യവാൻ ആരുണ്ട് ലോകത്ത്? മതിയടാ, തൃപ്തനായി ഞാനെന്ന് കർത്താവ് പറയുമെന്നാണ് ശീമോന്റെ ഉള്ളം വന്നിരിക്കുന്നത്. നമ്മിൽ ഒരുപാട് പേർക്ക് ഈ രോഗമുണ്ട്. നമ്മൾ ചിലതൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ഇതിനപ്പുറത്ത് ആരും ഒന്നും പറയാനില്ലെന്നാണ്. ചിലതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ധാരണ ഇതിനപ്പുറത്ത് ആരും ഒന്നും ചെയ്യാനില്ലെന്നാണ്. ചില പ്രസ്താവനകളൊക്കെ നടത്തി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളം പറയും, ഇപ്പോൾ അഭിനന്ദിക്കപ്പെടും, ഇപ്പോൾ എന്നെ കസേരയിലിരുത്തും, ഇപ്പോൾ എന്നെ മാനിക്കും, ഇപ്പോൾ എന്നെ പൊന്നാടയണിയിക്കും, ഇപ്പോൾ എനിക്ക് ഒരുപാട് ബഹുമതികൾ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വലുതെന്നെണ്ണുന്ന സംഗതികൾ തമ്പുരാന്റെ കാഴ്ചപ്പാടിൽ വളരെ നിസ്സാരങ്ങളാണ്. ഞാനും നിങ്ങളും അതിശ്രേഷ്ഠമെന്നും പരിശുദ്ധമെന്നും പരിപാവനമെന്നും കുലീനമെന്നും ശ്രേഷ്ഠമെന്നും ഒക്കെ എണ്ണുന്ന കാര്യങ്ങൾ തമ്പുരാന്റെ കണ്ണിൽ വളരെ നിസ്സാരങ്ങളാണ്. ദൈവം വലുതെന്നെണ്ണാത്തത് നമ്മൾ വലുതെന്നെണ്ണിയിട്ട് എന്ത് കാര്യം? ദൈവം വലുതെന്നെണ്ണുന്നതിനെ നമ്മൾ എണ്ണാതിരുന്നിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. യേശു പത്രോസിനെ തിരുത്തി, ശീമോനെ 7 വട്ടമല്ല 7 വീതം 70 വട്ടം എന്ന് തന്നെ ഞാൻ നിന്നോട് പറയുന്നു. ഇതിങ്ങനെ വായിച്ചു തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഈ വേദഭാഗം ഇങ്ങനെ വായിച്ചും വെച്ചപ്പോൾ മലയാളിയായ മലയാളിക്ക് മുഴുവൻ മനസ്സിലായത് എന്താണെന്ന്
ക്ഷമിക്കേണ്ട ക്ഷമയുടെ എണ്ണമാണ് യേശു പറഞ്ഞതെന്നാണ് മലയാളിക്ക് മനസ്സിലായത്. ഇരിപ്പ് കണ്ടാൽ അറിയാം. എന്നാൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരായുഷ്കാലത്ത് ആകെ ക്ഷമിക്കേണ്ട എണ്ണമല്ല ഈ പറഞ്ഞത്. ഒരു ദിവസം പ്രഭാതത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യകോളം ഉദിച്ചു പൊങ്ങിയാൽ അന്ന് പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഒരാൾ വേറൊരാളോട് ക്ഷമിക്കേണ്ട ക്ഷമയുടെ എണ്ണമാണ് യേശു പറഞ്ഞത്. 7 വീതം 70 വട്ടം തന്നെ. എന്ന് വെച്ചാൽ അത്രയും വട്ടം ക്ഷമിച്ച് തീരുന്നതിന് മുമ്പ് നിശ്ചയമായും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകും. എന്നാൽ കർത്താവ് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? വാത്സല്യ ജനമേ, ക്ഷമിക്കുന്നതിന് അതിർവരമ്പുകൾ ഇടരുത്. ഹല്ലേലൂയ. ഞാനിന്ന് ദുബൈയിൽ പറഞ്ഞത് വീണ്ടും ഇവിടെയും പറയേണ്ടി വരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് അല്പനേരമായുണ്ടെങ്കിൽ 5-6 വട്ടം ഞാൻ ഹല്ലേലൂയ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ജനം ഇരുന്ന് അല്ലേലും വയ്യ അല്ലേലും വയ്യ. അല്ല, വയ്യെങ്കിൽ പറയണമെന്നില്ല. എന്തിനെത്ര കഷ്ടപ്പെടുന്നത്? സ്തുതിയും ഹല്ലേലൂയയും ഒക്കെ ദൈവമക്കളുടെ അവകാശമാണ്. ദൈവ മക്കളുടെ. നിങ്ങൾക്ക് പാകാവെന്ന് തോന്നുന്നില്ല. പാകാവുന്നവരുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ മൈക്കിന്റെ സൗണ്ട് കൂട്ടിയപ്പോ എനിക്ക് ഇത്തിരി ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഇത്തിരി കുറച്ചേ ആരല്ലേ അത്? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ എന്തുവാ കേട്ടുകൊണ്ടിരുന്നത്? ക്ഷമിക്കുന്നതിന് അതിർവരമ്പുകൾ ഇടരുത്. അത്യുന്നതനായ ദൈവം നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ക്ഷമിക്കുന്നതിന് അതിർവരമ്പുകൾ ഇടരുത്. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ഒന്ന് പറഞ്ഞോളൂ. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഞാൻ മറ്റൊരാളോട് പറയേണ്ട ഒരു വാചകമല്ല. ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യോഗ്യതയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആരും പറയണമെന്നില്ല. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയാനുള്ള ആർജവം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ പ്രസന്നതയോടെ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാനിട വരും. പ്രിയപ്പെട്ടവരെ, യേശു ഇതിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ ഒരു ഉപമ കൂടെ പറഞ്ഞു. ലോകത്ത് ഒരുപാട് അധ്യാപകരെ ലോകം കണ്ടിട്ടുണ്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും അത് യേശുവാണെന്ന്. ഉന്നതന്മാരും പണ്ഡിതന്മാരും പാമരന്മാരും സാധുക്കളും അനാഥരും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ യേശു ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ക്ലാരിറ്റിയോടെ അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം അവൻ ആ സംഗതിയെ തെളിയിക്കാൻ അപ്പോൾ തന്നെ ഒരു ഉപമ പറയുമെന്നുള്ളതാണ്. ഇതാ ഇവിടെയും കർത്താവ് ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യം. എന്താ സംഗതി എന്നറിയാമോ? രാജാവ് ഒത്തിരി പേർക്ക് പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃഷി ചെയ്യാനാകാം, കന്നുകാലിയെ വാങ്ങാനാകാം, കച്ചവടം ചെയ്യാനാകാം. പലതിനും നമ്മുടെ നാട്ടിലെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമല്ലോ, ഇവിടെ കിട്ടുമല്ലോ. വണ്ടി വാങ്ങാനൊക്കെ ലോൺ കിട്ടുമല്ലോ, ബിസിനസ് തുടങ്ങാൻ ലോൺ കിട്ടുമല്ലോ. ഈ ലോൺ എടുത്ത് കാര്യങ്ങൾ നടത്താൻ പോയവരാരും പിന്നെ ആ വഴി തിരിച്ചു ചെന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ മുഴുവൻ മലയാളികളായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിരിച്ചു ചെല്ലാതെ വന്നപ്പോൾ എടുത്ത കടം തിരിച്ചു കിട്ടിയില്ല, പലിശയും കിട്ടിയില്ലെന്നൊരു അവസ്ഥ വന്നപ്പോൾ രാജാവിനെന്ന് ചിന്തിച്ചിട്ട് ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. 1 ടൈം സെറ്റിൽമെന്റ്. നമ്മുടെ നാട്ടിലിപ്പോ എപ്പോഴും മാസം തോറും നടക്കുന്ന ഒരു സംഗതിയാണ് അദാലത്ത്. ഓർക്കണം, രാജാവ് ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. മക്കളെ, ഈ മീറ്റിംഗ് പ്രസംഗം കഴിഞ്ഞ് ഞാനും കൂടെ ചിത്രം വരയ്ക്കാനുള്ള അത്ര നേരത്തേക്ക് ദയവായി ഒന്നും വേണ്ട. എന്തെങ്കിലും കാശ് പണി തരാം. ദയവ് ചെയ്ത് ശല്യം ചെയ്തിട്ടോ. മിടുക്കിയാണ്. മറ്റുള്ള എന്നെ നോക്കിയിട്ട് പോലില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കുക. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് ആഴത്തിൽ ചെല്ലാം. രാജാവ് ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. ആ രംഗം ഞാൻ എന്റെ ഭാവനയിൽ കാണുകയാണ്. പറഞ്ഞോട്ടെ. അദാലത്ത് ഈ കടം വാങ്ങിയ മനുഷ്യരെല്ലാം ക്യൂവിൽ നിൽക്കുകയാണ്. ഒന്നാമൻ വന്ന് കടപ്പത്രം നീട്ടി. രാജാവ് ചോദിച്ചു എത്ര? അപ്പൊ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിപ്പുണ്ട് ചുറ്റും. രാജാവ് 5000. എത്ര കാലമാണ്? 6 കൊല്ലം. എന്നിട്ട് യജമാനെ, ഞാൻ പലിശ അടച്ചിട്ടുണ്ട്. മുതൽ അടച്ചിട്ടില്ല. എന്തു പറ്റി? യജമാനെ, എന്റെ ഭാര്യ നിത്യരോഗിണിയാണ്. 6 വർഷമായി ശയ്യാവലംബിയാണ്. ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവിടെ ചികിത്സിക്കുന്നത് ഒരുപാട് ഭാരമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ക്ലേശം സഹിക്കുകയാണ്. കൃഷി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മുതലടയ്ക്കാൻ താമസിച്ചത്. ശിക്ഷിക്കരുത്, എനിക്ക് അല്പം സമയം തരിക. ഒരു 2 വർഷം ഞാനത് അടച്ചുകൊള്ളാം. അപ്പോൾ രാജാവ് ഇടത്തും വലത്തും മുതലോട് ചോദിച്ചു, ഇയാൾ പറയുന്നത് സത്യമാണ് യജമാനെ? ആ വീടിന്റെ അവസ്ഥ ദാരുണമാണ്. അങ്ങേ എന്തെങ്കിലും ഒരു റിലീഫ് അയാൾക്ക് കൊടുക്കണം. സാധുവാണ് അയാൾ. പക്ഷേ രാജാവ് അയാളെ അടുത്ത് വിളിച്ചിട്ട്
കടപ്പത്രം തരാൻ പറഞ്ഞു. കയ്യിൽ കിട്ടിയ പാടെ അയാളുടെ കണ്ണിലേക്ക് നോക്കി ഇത് വലിച്ചു കീറി 100 കഷ്ണമാക്കി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. എന്നിട്ട് അയാളുടെ കണ്ണിൽ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. രാജാവ് പറഞ്ഞു, നിന്റെ കടം വീടി, നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ നീതിയുള്ള രാജാവാണ്, പൊയ്ക്കോ. നീ ഇപ്പോൾ എന്നെ കടക്കാരനല്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ മുട്ടുകുത്തി നിന്നിട്ട് ആ മനുഷ്യൻ കൈകൂപ്പി പറഞ്ഞു, യജമാനനെ, അർഹതയില്ലാത്തതാണ് എനിക്ക് തന്നത്. എനിക്കറിയാം, അർഹതയില്ലെന്ന് നീ പറയും, അർഹതയുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞാൻ നിന്റെ രാജാവാണ്, ഞാൻ നീതിയുള്ളവനാണ്, വയ്ക്കോ. അവൻ സമാധാനത്തോടെ എഴുന്നേറ്റ് പോയി. രണ്ടാമൻ വന്നു, കടപ്പത്രം നീട്ടി. രാജാവ് ചോദിച്ചു, എത്ര? യജമാനനെ, 7000. എത്ര കാലമായി? യജമാനനെ, 5-8 കൊല്ലമായി. എന്നിട്ട് മുതൽ മൊത്തം അടയ്ക്കാൻ പറ്റിയില്ല. പകുതി മുതലും മൊത്തം പലിശയും ഞാൻ അടച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സാധിച്ചില്ല? യജമാനനെ, 2 വർഷം മഞ്ഞ് കഴിച്ചുകൊണ്ട് കൊയ്ത്തിന് കാലമായപ്പോൾ കൃഷി നശിച്ചു. 2 വർഷം കൊടിയ വേനൽ കൊണ്ട് പ്രതീക്ഷിച്ചത് 4 വിളവേ കിട്ടിയുള്ളൂ. ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ആദായം കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ പാതി മുതലും പലിശ അടച്ചിട്ടുണ്ട്. ശിക്ഷിക്കരുത്, എനിക്കൊരു സമയം, 1 ആണ്ട്. യജമാനൻ ആ കടപ്പത്രം വാങ്ങിയിട്ട് 3 ആണ്ട് സമയം എഴുതി. പോയിക്കോ, 3 ആണ്ട് കൊണ്ട് അടച്ചാൽ മതി. ഇനി പലിശ അടയ്ക്കേണ്ട, മുതൽ മാത്രം. ഞാൻ നീതിയുള്ള രാജാവാണ്, പോവുക. അവൻ താണുകൊള്ളത് മടങ്ങിപ്പോയി. 3-ാമൻ വന്ന് കടപ്പത്രം നീട്ടി. എത്ര? യജമാനനെ, 8000. എന്നിട്ട് 10 കൊല്ലമായി. എത്ര അടച്ചു? യജമാനെ, ഞാൻ എന്തെങ്കിലുമൊക്കെ അടയ്ക്കണമെന്ന് നനച്ചിരുന്നു, പക്ഷെ ഞാൻ പലിശ ഒരുവിധമൊക്കെ അടച്ചു. മുതലിൽ ഒരു 4 പങ്ക് ഞാൻ അടച്ചിട്ടുണ്ട്. ബാക്കി യജമാനൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. 3 പേരും പിറന്നിടം വിട്ട് ഒരു ചുവട് നടന്നിട്ടില്ല ഇതുവരെ. മൂത്ത കുഞ്ഞിന് 18 വയസ്സായി. ബുദ്ധിക്ക് വളർച്ചയില്ല, ശരീരത്തിനും. എൻ്റെ ഭാര്യ പാവം കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ ബന്ധപ്പെട്ടിരിക്കുക. ഒരു ജോലിയും അവൾക്ക് മാറി ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ അവൾ മതിയാകാത്തതുകൊണ്ട് പലപ്പോഴും ഞാനും മാറി മക്കളുടെ ശുശ്രൂഷയിലാണ്. യജമാനനെ, കണ്ണുനീര് കയ്യുമായിട്ട് കാലം പോക്കാണ്. മക്കളുടെ ചികിത്സയ്ക്ക് ഈ പണം കുറെ ചെലവഴിച്ചു. എനിക്കൊരാനുകൂല്യം തരണം. ഞാൻ തിരിച്ചടച്ചേ പറ്റൂ എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ എനിക്കൊരു 4 ആണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് ഞാൻ യാചിക്കുകയാണ്. ഉടനെ രാജാവ് കാര്യം അന്വേഷിച്ചപ്പോൾ പ്രഭുക്കന്മാർ പറഞ്ഞു, യജമാനനെ, ഇയാൾ പറഞ്ഞത് 100% സത്യമാണ്. എന്തെങ്കിലും ഒരു കിഴിവിന് അയാൾക്ക് അർഹതയുണ്ട്. അടുത്തുവാ. കടപ്പത്രം കയ്യിൽ വാങ്ങിയ രാജാവ് അത് 100 തുണ്ടായിരിക്കുന്നത് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടിട്ട് അയാളെ അടുത്ത് വിളിച്ചിട്ട് മേശമേൽ തട്ടി, ആരവിടെ? കൊണ്ടുവരിക ഒരു 5000. അപ്പോൾ തന്നെ കിഴിക്കെട്ട് മേശ പുറത്തു. മകനെ, നീ അടച്ച പലിശ തിരിച്ചു പോകുമ്പോൾ ഖജനാവിൽ നിന്ന് വാങ്ങണം. അടച്ച മുതലും അവിടെ നിന്ന് വാങ്ങണം. ബാക്കി അടയ്ക്കേണ്ടതില്ല. ഈ 5000 നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന സമ്മാനം. നിന്റെ മക്കൾ പട്ടിണി കിടക്കരുത്, ചികിത്സ നിഷേധിക്കപ്പെടരുത്. ഞാൻ നീതിയുള്ള രാജാവാണ്, പോവുക. സമാധാനത്തോടെ പോവുക. നിലത്തോളം വീണ് നിറകണ്ണോടെ തൊഴുതിട്ടായി പറഞ്ഞു, ഇത്ര വലിയൊരു മഹാരാജാവിൻ്റെ പ്രജയാകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എനിക്ക്. നന്ദി യജമാനനെ, നന്ദി. 4-ാമൻ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ശരീരഭാഷ അയാളുടെ മനോഭാവം വെളിപ്പെടുത്തുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. സത്യമല്ലേ? ഉണ്ടെന്നില്ല. ഇവിടേക്ക് ഇതിൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം അവ ഏത് ടൈപ്പാണ്. പ്രിയപ്പെട്ടവരെ, ശരീരഭാഷ ഒരാളുടെ മനോഭാവം വെളിപ്പെടുത്തും. 4-ാമൻ വരുന്നത് നിങ്ങൾ നോക്കിക്കോണം. 2 കൈ പുറകിൽ കെട്ടി കൂസലില്ലാതെ അവനിക്ക് വരികയാണ്. കടപ്പത്രം അവൻ്റെ കയ്യിലുണ്ട്. അവൻ 2 കൈയും പുറകിൽ കെട്ടി വടക്കോട്ട് നോക്കി നിൽക്കുക. രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് രാജാവ് ചോദിച്ചു, എത്രയാണ് നിന്റെ കടം? 10000. എത്ര കാലമായി? 10-15 കൊല്ലമായി. എന്നിട്ട് ഒന്നും അടച്ചിട്ടില്ല. അതെന്താ അടച്ചില്ല? എൻ്റെ ഇല്ല. ഒരു കൂസലുമില്ലാതെ ഒരാൾ നിൽക്കുക. വേറെ എന്തെങ്കിലും കാരണം? എൻ്റെ കയ്യിലില്ലെന്ന്. പിന്നെ ഞാനെങ്ങനെ അടയ്ക്കാണ്? ഇവിടെ ഈ വേറെ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആലോചന. ഇതാരടിക്കാൻ? ഈ 4-ാമൻ. ഇയാളെ എവിടെയോ പരിചയമുണ്ടല്ലോ. രാവിലെ വായിച്ചിട്ട് ഉച്ചവരെ ധ്യാനിച്ചു, പക്ഷെ ആൾ പിടിയിട്ടില്ല. അങ്ങനെ തോക്കാൻ ഞാൻ തയ്യാറായില്ല. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ധ്യാനിച്ചു. ഒരു 4 മണിയായപ്പോൾ എനിക്ക് ആളെ പിടിയിട്ടു. ആ നിൽക്കുന്ന 4-ാമൻ്റെ പേരാണ് മലയാളി. നിങ്ങളൊന്ന് നിனைക്കണം, ലോകത്ത് ഏതൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നു ആ ബാങ്കിൽ നിന്ന് എല്ലാം ലോൺ എടുക്കും. എന്നിട്ട് ആഘോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കും. തിരിച്ചടവിനെ കുറിച്ച് സ്വപ്നയും ചിന്തിക്കാത്ത ഒരേ ഒരു വർഗമേ ലോകത്തുള്ളൂ, മലയാളി.
അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എന്നോട് തെളിയിച്ച് പറ. മലയാളി എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? ആഷ് പോഷ്, വേറെ ഉദ്ദേശമൊന്നുമില്ലേ. ലോൺ എടുത്ത് പശുവിന് വാങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ പശു പ്രസവിക്കും, ചാണകം കിട്ടും, പാല് കിട്ടും, അത് വിറ്റാൽ കാശ് കിട്ടും, ലോൺ അടച്ചാൽ അത് കഴിയുമ്പോൾ പശു മിച്ചം കിട്ടും, കുടുംബം രക്ഷപ്പെടും. നേര് വേണം, ഉള്ളവർക്ക് അത് പറ്റത്തുള്ളൂ. ഓ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു വാഹനം വാങ്ങി കള്ളും വെള്ളവും കുടിക്കാതെ മാനം മര്യാദയോട് ഓടിച്ചാൽ ആദായം കിട്ടും, അത് അടച്ചെടുക്കാതെ ലോൺ തീരുമ്പോൾ വണ്ടി മിച്ചം കിട്ടും, കുടുംബം രക്ഷപ്പെടും. പക്ഷെ മലയാളി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വണ്ടി വാങ്ങും. വണ്ടി കിട്ടിയതിന്റെ ആനന്ദത്തിന് 3-4 കുപ്പിയും വാങ്ങും. കുപ്പി മൂക്കറ്റം കുടിച്ചിട്ട് ആദ്യത്തെ ഓട്ടം, കന്നി ഓട്ടത്തിന് വണ്ടി തലകുത്തി പറയും, വണ്ടി മോർച്ചറിൽ ഇയാള് പോസ്റ്റ്മോർട്ടം. പ്രിയപ്പെട്ടവർ, ഇതാണ് മലയാളി എന്തിനാണ് ഇപ്പോ ലോൺ എടുക്കുന്നത്? ഒരു ദിവസം ഒരു വീട്ടിൽ ചേട്ടനും അനിയനും 2 പേര്, ഒരാളിവിടെ വന്നിട്ടുണ്ട്, ഒരാളിവിടെ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ചേട്ടന്റെ 2 മക്കള് നല്ല നിലയിൽ ജോലി ചെയ്യുന്നു, വിദേശത്താണ്, ലക്ഷങ്ങൾ വരുമാനമുണ്ട്. അനിയന്റെ മക്കൾ ചെറുതാണ്, വളർന്നെത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ചേട്ടന്റെ വീട്ടില് 2ാം നില പണിയാൻ ആരംഭിച്ചു. വീടിന്റെ മുകളിലൊരു വീടും കൂടെ പണിയുകയാണ്. അപ്പോൾ അനിയന്റെ വീട്ടില് അനിയനോട് പറഞ്ഞിരുന്നടാ, ഞാനൊരു പണി പതുക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അനുജത്തി ഇപ്പുറത്ത് വീട്ടിൽ എത്തി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ പരിപാടി. മനുഷ്യ, അവിടെ എന്താ പരിപാടി? അത് ചേട്ടനൊരു നില കൂടെ പണിയുക. അപ്പൊ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്തേ? അല്ല, ഒന്നുമല്ല, അവരാ നില പണിത് അതിന്റെ മുകളിൽ പാല് കാച്ചി കയറി കൂടുന്നതിന്റെ തലേ ദിവസം ഇതിന്റെ മുകളിൽ ഒരു നില വൃത്തിയാക്കി നമുക്ക് താമസിക്കും. അതങ്ങനെ നടക്കാനാ? അത് നടക്കുമോ ഓടുന്നൊന്നും എനിക്കറിയത്തില്ല, നടന്നിരിക്കണം. അല്ല, ചേട്ടന്റെ 2 പിള്ളേർ വിദേശത്തുണ്ട്, ഇഷ്ടംപോലെ കാശ് വരുമാനമുള്ളത്, ചേട്ടന് പണിയാ. എനിക്ക് പിള്ളേരൊന്നും വിദേശത്തില്ല, അല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. മാത്രമല്ല, ഞാനൊരു അത്താഴപ്പെട്ടിരിക്കാരനെ, എങ്ങനെ പണിയാ? മനുഷ്യ, ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ എന്നോട് കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരാ വീടിന് കയറി താമസിക്കുന്നതിന്റെ തലേന്ന് ഞാൻ ഇവിടെ കെട്ടി തൂമിച്ചു. ഇത് ഭർത്താവിനോട് പറയാൻ ഒരു മടിയില്ലാത്ത 4 സ്ത്രീകളിൽ കൂടി പറഞ്ഞിട്ടും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ അനുജൻ എന്തോ ചെയ്യും? അവൻ ബാങ്കിൽ ലോൺ എടുക്കും, ഉള്ളത് മൊത്തം പണയം വയ്ക്കും, ഹൈ സ്പീഡിൽ വീട് പണി. ഇതൊക്കെ ചത്തുപോയാലോ എന്ന് പേടിച്ചിട്ടാ. അവസാനം എന്തുണ്ടാവും? ചേട്ടന്റെ വീട് പണി തീർന്ന് അവർ മനോഹരമായിട്ട് താമസിക്കാൻ അനിയന്റെ വീട് പണി കഴിയുമ്പോൾ മൊത്തം കുടുംബം അടക്കം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇയാളിരുന്ന് ചിന്തിക്കും, അന്നായിരുന്നു അവൾ ഒറ്റയ്ക്കൊക്കെ ചത്തേനെ. ഇപ്പോൾ ലോൺ എടുക്കാൻ കുടുംബം മൊത്തമായി. ഇത് ഒത്തിരി പേർക്ക് കിട്ടിയ പണിയായതേ. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കണം, ലോൺ എടുക്കുക. കഴിഞ്ഞ നാളൊരു മനുഷ്യൻ കിടന്ന് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? ആരെ കണ്ടാലും നമുക്ക് ചോദിക്കാനുള്ളൊരു വിശേഷം അതാണ്, എന്തുകൊണ്ട് വിശേഷം? ഈ മനുഷ്യൻ പറഞ്ഞ, എൻ്റെ അച്ഛൻ എന്തോ പറയാൻ, ജീവിക്കാൻ ഒരു സ്വസ്ഥതയില്ല. എന്ത് പറ്റി? 23 ലക്ഷം രൂപ കടമുണ്ട് അച്ഛൻ. അത് എവിടെ നിന്ന് കിട്ടി? എൻ്റെ അച്ഛൻ 10-14 ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തെ 14 ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ താൻ എന്തോന്ന് പണയം വെച്ചു. അതൊക്കെ പറ്റിച്ചു. എങ്ങനെ? ഒരേ പ്രമാണം ഞാൻ 3-4 ബാങ്കിൽ പറ്റിച്ചിട്ടുണ്ട്. അതാണ് മലയാളി. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇതെങ്ങനെയാ തിരിച്ചടതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്? പിന്നെ അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ആരും തിരിച്ചടയ്ക്കാൻ പോകുന്നു? പിന്നെ വേണേൽ എഴുതി തള്ളട്ടെന്ന്. മലയാളിക്ക് നല്ല പാഠമാണത്. ഈ നിൽക്കുന്ന കക്ഷി ഇതിന് ശേഷം വിട്ടുപോയോ? 4ാമത്തെ ആള് അവൻ നിൽക്കുക. എന്റെ പ്രിയപ്പെട്ടവര്, രാജാവിന്റെ ഭാവം മാറി. ഈ രാജാവ് ആരാണെന്നും എന്താണെന്നും മനോഭാവം എന്താണെന്നും നിലപാട് എന്താണെന്നും മുമ്പ് വന്ന 3 പേരോട് ഇടപെട്ടപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായതാ അല്ലേ? ഇല്ലേ? രാജാവ് കോപിച്ചു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു, അധരം വിറച്ചു. രാജാവ് അട്ടഹസിച്ചു. ആരെവിടെ? ഭടന്മാർ വന്നു. പിടിച്ചു കെട്ടുക ഇവന്. ഇപ്പോൾ തന്നെ കൈക്കും കാലിനും വിലങ്ങ് വെക്കുക, കഴുത്തിൽ ചങ്ങല ഇടുക. ഇവന്റെ വീട്ടിൽ നിന്ന് ഭാര്യയെയും മക്കളെയും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുക. ഇവന്റെ കുടുംബസ്വത്തും മൃഗസമ്പത്തും കണ്ടുകെട്ടി ഖജനാവിലേക്ക് മുതൽ കൂട്ടുക. നാളത്തെ ചന്തയിൽ ഇവനെയും ഭാര്യയെയും മക്കളെയും വിറ്റ് കിട്ടുന്നത് മുതൽ കൂട്ടുക. ഒരടിമയെ, ആരോഗ്യമുള്ള ഒരു അടിമയെ ചന്തയിൽ വിറ്റാൽ കിട്ടാവുന്ന മാക്സിമം റേറ്റ് 30 വെള്ളിക്കാശാണ്. എല്ലാറ്റിനെയും പെറുക്കി കൂട്ടി വിറ്റാൽ എനിക്ക് കിട്ടാനുള്ളതിന്റെ പലിശയുടെ പലിശ പോലും വരില്ല. ബാക്കി ഞാൻ അങ്ങോട്ട് സഹിക്കും. വിൽക്കുക. ക്ഷണത്തിലാണ് ഉത്തരവുണ്ടായത്. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ നടുങ്ങിപ്പോയി. ഇയാളുടെ കയ്യിൽ വിലങ്ങ് വീണ് കഴിഞ്ഞു. ഇയാൾക്ക് അനങ്ങാൻ പറ്റാതെയായി. അശുവാരുടെ ഭടന്മാരായ വീട്ടിലേക്ക് പാഞ്ഞുപോയി. ഭാര്യയെയും മക്കളെയും പിടിച്ചു കെട്ടാനാണ്. ഇയാളുടെ മനസ്സിൽ പ്രക്ഷാളനം തുടങ്ങി. ഇടിമിന്നൽ അയാളുടെ തലയ്ക്കുള്ളിൽ പല പ്രാവശ്യം വന്ന് മിന്നിത്തെളിഞ്ഞു പോയി. അയാൾക്ക് തലകറക്കം അനുഭവപ്പെട്ടു. അയാൾ ഓർത്തു, ദൈവമേ, എന്റെ പാവം ഭാര്യ, എന്റെ പാവം മക്കൾ. അയ്യോ, എന്റെ മൂത്ത മകൾക്ക് 24 വയസ്സ്, പവിഴം പോലെ സുന്ദരിയായ പെണ്ണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. അടുത്തയാഴ്ചയിൽ വിവാഹം നടക്കണം. കെട്ടിന് മുമ്പ് സ്വപ്നം കാണുകയാണ് എന്റെ മകൾ. ആ കുഞ്ഞിനെ അടിമയായി വിൽക്കാനാണ് ഉത്തരവ്. ദൈവമേ, എന്റെ ഇളയ മകൾക്ക് 22 വയസ്സ് പ്രായം. ജ്യേഷ്ഠത്തിയേക്കാൾ സുന്ദരിയാണ്. ജ്യേഷ്ഠത്തിയേക്കാൾ 4 ഇഞ്ച് ഉയരം കൂടുതലുണ്ട്. അവൾക്ക് അല്പം കൂടെ കൊലുത്തനെയാണ്. അവൾ ജ്യേഷ്ഠത്തിയേക്കാളും കൂടുതൽ ആകർഷകത്വമുള്ളവളാണ്. അവളെയും തെരുവിൽ വിൽക്കുമെന്ന് ചന്തയിൽ. അയ്യോ, എന്റെ മൂത്ത മകൻ എന്റെ കുടുംബത്തിന്റെ അഭിമാനവും അലങ്കാരവുമാണ്. അവൻ 28 വയസ്സ് പ്രായമുണ്ട്. അവൻ എന്റെ അനന്തരാവകാശിയാണ്. വിച്ചുകളയുമെന്ന്. എന്റെ ഇളയ മകൻ വീടിന്റെ അലങ്കാരവും അനുഗ്രഹവുമാണ്. 26 വയസ്സ്. അവന് ചേട്ടനേക്കാൾ 1.5 അടി ഉയരം കൂടുതലുണ്ട്. അവന് എല്ലാ ഇടത്തും തമാശ
പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനാണ്. അവനെയും വിൽക്കുമെന്ന്. ദൈവമേ, എന്റെ ഭാര്യയ്ക്ക് യൗവനം കൈവിട്ടിട്ടില്ല, 50-നപ്പുറം പോയിട്ടില്ല പ്രായം, അവളെയും വിൽക്കുമെന്ന്. നാഥ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്റെ കുടുംബം ഛിന്ന ഭിന്നമാകും. പിന്നെ എനിക്ക് തറവാടില്ല, ഇല്ല പേരില്ല, എല്ലാവരും അടിമകളായി വിൽക്കപ്പെടാൻ പോകുകയാണ്. ഒരു നിമിഷം അയാളുടെ മനസ്സുമല്ലാതെ ഉലഞ്ഞു. പിറ്റേന്ന് നടക്കുന്ന അടിമച്ചന്തയിലേക്ക്, ചന്തസ്ഥലത്തെ വിൽപ്പനയിലേക്ക് അയാളുടെ മനസ്സ് പാഞ്ഞുപോയി. അടിമപ്പാളയത്തിലെ വ്യവസ്ഥ നിങ്ങൾക്ക് അറിയാം. നോക്കുക, 6 കുടുംബത്തെ അടിമകളായി പിടിച്ചു കെട്ടി ചന്തയിൽ കൊണ്ടുവന്ന് കുച്ചിയിൽ നിരത്തി കെട്ടിയിട്ടു. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പ്രഭുക്കന്മാർ അടിമകളെ വാങ്ങാൻ പാഞ്ഞെത്തി. കുതിരപ്പുറത്ത് നിന്ന് പാഞ്ഞിറങ്ങി. അവർ ചെന്ന് നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തെ കണ്ടപ്പോൾ അവരുടെ നാവ് തൊട്ടി തുളഞ്ഞു. അവർ അസ്വസ്ഥരായി. അവർക്ക് ഈ അടിമകളെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആദ്യം വന്ന പ്രഭുവിന്റെ കണ്ണ് 24-കാരി വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണിന്റെ മുഖത്തുണ്ടാക്കി. അയാൾ ആ പെണ്ണിനെ കടുകന്റെ കണ്ണുകൊണ്ട് കൊത്തി വലിച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ വീണ്ടും വന്നുകൂടി. ലേലം ആരംഭിക്കേണ്ട സമയമാണ്. അലാറം മുഴങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭു മുമ്പോട്ട് ചെന്നിട്ട് അവർ ഒറ്റ ആജ്ഞയാണ്, എനിക്ക് ഈ അടിമയെ നല്ലവണ്ണം ഒന്ന് കാണണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിന്റെ വസ്ത്രം അഴിച്ചു മാറ്റണം. അടിമപ്പാളയത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഉടമയ്ക്ക് അടിമയെ ഊനമുണ്ടോ എന്ന് പരിശോധിക്കാൻ അവകാശമുണ്ട്. വിവസ്ത്രയാക്കുവാനും വിവസ്ത്രനാക്കുവാനും അധികാരമുണ്ട്. പിന്നെ ഒന്നും ആരും ചിന്തിച്ചില്ല. രാജകന്ധരന്മാർ ആ പെണ്ണിനെ പൊതുസ്ഥലത്ത് പരിപൂർണ്ണ നഗ്നയാക്കി. നാണം മറയ്ക്കാൻ മാർഗം കാണാതെ പൂഴിമണ്ണിലേക്ക് അമർന്നിരുന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അവളുടെ നെഞ്ചു പിളരുന്ന നിലവിളി അണ്ടകടാഹങ്ങളെ ഭേദിച്ച് വികായസിലെ കീറി മുറിച്ചു. പ്രിയപ്പെട്ടവരെ, ചന്തസ്ഥലം മുഴുവനും ആ അലമുറ ഉയരുകയാണ്. ഇത് കണ്ടുനിന്ന് അനുജത്തിയും അമ്മയും അലമുറയിട്ട് കരയുകയാണ്. നെഞ്ചു കീറുന്ന നിലവിളി. മരണ വീട്ടിൽ ഇതുപോലൊരു നിലവിളി കാണില്ല. ഈ കാഴ്ച കാണാൻ കഴിയാതെ മുട്ടിന്മേൽ മാറി നിന്ന് 2 ആളുകളമാർ അലറിക്കരയുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദിയായ അപ്പം നിലത്ത് കമിഴ്ന്നു കിടന്ന് വീർപ്പ് മുട്ടി ഏങ്ങലടിക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ ഉച്ചത്തിൽ ആരവം കേൾക്കുകയാണ്. ഈ പെൺകുട്ടി നഗ്നയായി നിലത്ത് അമർന്നിരിക്കുമ്പോൾ തന്നെ ലേലം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭു മുകളിൽ ഒരു വിളി ആരും വിളിക്കാതിരിക്കാൻ പരമാവധി വില 30 വെള്ളിക്കാശ് എന്ന് കയറ്റി വിളിച്ചു. നിങ്ങൾക്കറിയാമോ, അന്ന് അടിമച്ചന്തയിലെ വ്യവസ്ഥയനുസരിച്ച് ഒരു അടിമയ്ക്ക് കിട്ടാവുന്ന മാക്സിമം റേറ്റ് 30 വെള്ളിക്കാശാണെങ്കിൽ അത്രയും വിലയാണ് ലോകത്ത് വിലമതിക്കാനാകാത്തവൻ ഇസ്കറിയോത്ത യൂദാ എന്ന പ്രിയ ശിഷ്യനിട്ട വില. ഒരടിമയുടെ മാക്സിമം റേറ്റ്, ആരോഗ്യമുള്ള അടിമയ്ക്ക് കിട്ടാവുന്ന പരമാവധി വില തന്റെ ഗുരുവിനിട്ടവനാണ് ഇസ്കറിയോത്ത യൂദാ. യൂദാ അത്രയെങ്കിലും വില ഇട്ടല്ലോ. നമ്മളിൽ പലർക്കും കർത്താവിന് അത്ര പോലും വിലയിടാൻ കഴിഞ്ഞിട്ടില്ലെന്ന്, അതിനേക്കാൾ താഴ്ന്ന വിലക്ക് കർത്താവിനെ വിൽക്കുന്ന നീചരാണ് നമ്മളെന്ന് കൂട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ട് മുന്നേറട്ടെ. ദൈവമക്കളെ, ഈ ലേലത്തിന് ഞാൻ 30 വെള്ളിക്കാശ് വിളിച്ചപ്പോ അപ്രതീക്ഷിതമായി ചന്തസ്ഥലത്ത് മറ്റൊരു സംഭവം. അടുത്തു നിന്നൊരു പ്രഭു 31 എന്ന് വിളിച്ചു. ഇയാൾ വലിയ ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഒരു പ്രമാണമില്ല, 30 ആണ് മാക്സിമം റേറ്റ്. പക്ഷേ അയാൾ പറഞ്ഞു, അല്ല, ഞാൻ 31 വിളിച്ചിരിക്കുന്നു. രാജകിങ്കരന്മാർ ഇടപെട്ടു, കൊട്ടാരത്തിൽ ബന്ധപ്പെട്ടു. മാക്സിമം റേറ്റ് എന്ന് രാജാവും വീണ്ടും പറഞ്ഞു. ലേലം പുരോഗമിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം 39 വെള്ളിക്കാശിന് ഈ പെൺകുട്ടിയെ ലേലം ഉറപ്പിച്ചു ആദ്യത്തെ പ്രഭു. അപ്പോഴും അവൾ കൂടുതൽ കൊടുത്തിട്ടില്ല. പ്രഭു കാശെട്ടി കൊടുത്തു. ചങ്ങലക്കെട്ട് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. കയ്യിലെ വിലങ്ങും കഴുത്തിലെ വളയവും നിലനിർത്തി കാല് സ്വതന്ത്രമാക്കി. ഈ മനുഷ്യൻ പറഞ്ഞു, എഴുന്നേൽക്കുക. ആ പെൺകുട്ടി ചലിച്ചില്ല. തലമുടി കൊത്തിന് പിടിച്ചു, നിലത്തലക്കി വട്ടം കറക്കി ദൂരേക്ക് എറിഞ്ഞു. അപ്പോഴും അവൾ പൂർണ്ണ നഗ്നയാണെന്ന് കാണും. അടിമച്ചന്തയിലെ ഭീകരത ഈ ജനം ഇപ്പോഴും വായിച്ചെടുത്തിട്ടില്ല. അവസാനം ചോരയിൽ മുങ്ങിക്കുളിച്ച് പൂഴിമണ്ണിൽ ഉരുണ്ട ആ പെണ്ണിനെ തലമുടിക്കൂത്തിൽ വലിച്ചു കൊണ്ടുവന്ന് കയ്യിലെ വിലങ്ങ് കുതിരയുടെ കടിഞ്ഞാണോട് കെട്ടിയിട്ട് കുതിരപ്പുറത്ത് പാഞ്ഞു കയറിയ പ്രഭു ആക്രോശിച്ചു, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്നെ വാങ്ങിയിരിക്കുകയാണ് വിലയ്ക്ക്. ഇതാ ഞാൻ കുതിരയെ പായിക്കുകയാണ്. കുതിര പോകുന്ന വേഗത്തിൽ ഓടിയാൽ നിനക്ക് വീഴാതിരിക്കാം. വീണാൽ നിന്നെ വലിച്ചു കൊണ്ടുപോകും. ചത്താൽ തെരുവിലെറിഞ്ഞു. കുതിര പാഞ്ഞു പോകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയാൽ വീഴുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവസാനമായി പെറ്റമ്മയെയും സഹോദരങ്ങളെയും നീചനായ തന്റെ തന്തയെയും കാണുവാൻ മനസ്സില്ലാതെ അലറിക്കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് കുതിരപ്പുറകെ പായുകയാണ്. ഇതേ രംഗം 2ാമത്തെ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആവർത്തിച്ചു. മൂത്ത മകനും ഇളയ മകനും വിൽക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവന്റെ ഭാര്യയും വിൽക്കപ്പെട്ടു. ചന്ത പിരിയാറായപ്പോ ചില്ലറ കാശിന് അയാളും വിൽക്കപ്പെട്ടു. സംഭവിച്ചതല്ല, മനസ്സിൽ ഓർത്തു പോയതാണ്. ഈ മനുഷ്യൻ ഇത്രയും ചിന്തിച്ചു കൊണ്ട് നിന്ന് വല്ലാതെ വിറയൽ കൊള്ളുമ്പോൾ ഇതാ പടി കടന്നു നിൽക്കുന്നു ബന്ധിതരായ ഭാര്യയും മക്കളും. ഈ മനുഷ്യന് പിന്നെ നിയന്ത്രണം കിട്ടിയില്ല. രാജാവിന്റെ കാൽക്കലേക്ക് കമിഴ്ന്ന് വീണിട്ട് അയാൾ അലറി കരഞ്ഞു. നിലത്ത് തലയടിച്ച അയാൾ അമറി, മഹാരാജാവേ, ഞാൻ ഭാവി, ഞാൻ നീചൻ, ഞാൻ ദുഷ്ടൻ, ഞാൻ വക്രഹൃദയൻ, ഞാൻ ചതിയൻ, അയ്യോ ഞാൻ ശിക്ഷാർഹൻ. പക്ഷേ എന്റെ ഭാര്യ, എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല യജമാനനെ. എന്റെ മൂത്ത മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. അവളുടെ സ്വപ്നങ്ങൾ തല്ലി ഉടയ്ക്കരുത്, അവളെ പച്ചയ്ക്ക് വിൽക്കരുത് യജമാനനെ. എന്റെ കുടുംബത്തെ നാമാവശേഷമാക്കരുത്, എന്നെ ശിക്ഷിക്കുക, ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. എന്റെ കുടുംബം തകർക്കരുത്. ഒരു ഭാവവ്യത്യാസവും രാജാവിനുണ്ടായില്ല. ഇയാൾ അലമുറ കരയുകയാണ്. കയറി വന്ന കുടുംബവും നിലവിളിയിൽ പങ്കുചേരുകയാണ്.
10 മിനിറ്റ് നേരത്തെ നിതാന്ത നിശബ്ദതയ്ക്കൊടുവിൽ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അമ്പരപ്പോടിൽ കാഴ്ച കണ്ടു. സിംഹാസനത്തിലിരുന്ന രാജാവിന്റെ കവളിലൂടെ ടാപ്പ് തുറന്നതുപോലെ വെള്ളം ഒഴുകുകയാണ്. കണ്ണുനീർ പ്രളയം. എന്തിനാണ് മഹാരാജാവ് കരയുന്നത്? ആർക്കും മനസ്സിലായില്ല. നിതാന്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രാജാവ് എഴുന്നേറ്റു. 4 ചുവട് മുൻപോട്ട് നടന്ന് നിലത്തിഴയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ രാജാവ് മുട്ടുകുത്തി. എന്നിട്ട് അവന്റെ ചുമലിൽ തട്ടി. മകനെ എന്നൊരു വിളി വിളിച്ചു. രാജാവ് അപ്പോഴും വിതുമ്പി കരയുകയാണ്. അയാൾ മുഖമുയർത്തിയപ്പോൾ രാജാവ് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് നിന്ന മനുഷ്യനെ ഇടത് കൈ കൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ കവിളിൽ ഒഴുകുന്ന കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവ് തന്റെ വലത് കരം ഉയർത്തി തന്റെ ഇടത് കരത്തിൽ ഒതുങ്ങി നിന്നവന്റെ കവിളിലെ കണ്ണുനീർ തുടച്ചു. ഹല്ലേലൂയ. സ്വന്തം കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും തന്നെ നിന്ദിച്ചവന്റെ കണ്ണുനീർ തുടച്ച ഒരു രാജാവ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് രാജാവ് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവന്റെ കാതിൽ പറഞ്ഞു, കരയണ്ട, കരയണ്ട. രാജാവ് തിരിച്ച് സിംഹാസനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, കടപ്പത്രം കൊണ്ടുപോവുക. അതിനെ വലിച്ചു കീറി വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടിട്ട് രാജാവ് പറഞ്ഞു, അവരെ എല്ലാവരെയും സ്വതന്ത്രരാക്കുക. അവനൊന്ന് ഞെട്ടി. ഭാര്യയും മക്കളെ സ്വതന്ത്രരാക്കി. അവനെയും സ്വതന്ത്രനാക്കി. രാജാവ് പറഞ്ഞു, ഞാൻ നീതിയുള്ള രാജാവാണ്. എത്ര നീച പാപിയാണെങ്കിലും എൻ്റെ മുമ്പിൽ അഭയം ചൊല്ലുന്നവനെ എനിക്ക് കൈവിടാൻ മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ഇവന് വെറുതെ വിടാൻ ഉത്തരവാദം. അവന്റെ കടവും തിളച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നീ എൻ്റെ കടക്കാരനല്ല, പോവുക. ഈ മനുഷ്യൻ നിലത്ത് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, യജമാനെ, പാവപ്പെട്ട എൻ്റെ ഭാര്യയെയും മക്കളെയും തിരിച്ചയക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഈ നീചനായി എന്നെയും ശിക്ഷിക്കാതെ തിരിച്ചയക്കാൻ അങ്ങേക്ക് എങ്ങനെ കഴിയും? എന്നെ ഏത് വിധേനയും ശിക്ഷിക്കുക. ഇല്ല, നിന്നെയും ശിക്ഷിക്കില്ല. ഞാൻ അങ്ങനെ ഒരുത്തനാണ്. ഞാൻ നീതിയുള്ള രാജാവാണ്. എൻ്റെ മുമ്പിൽ അഭയം ചൊല്ലുന്നവരെ ഞാൻ തള്ളിക്കളയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഈ രാജാവ് ആരാണെന്ന്? സിംഹാസനത്തിലിരിക്കുന്ന മഹാരാജാവ്, സ്വർഗത്തിലെ ദൈവമാണ്. ക്ഷമയുടെ പൂർണ്ണതയായവനാ. തന്റെ മുമ്പിൽ വന്ന് അഭയം ചൊല്ലുന്ന പാവി എത്ര നീചനാണെങ്കിലും, എത്രമാത്രം നീചമായ പാപങ്ങൾ ചെയ്തവളാണെങ്കിലും നിരുപാധികൾ ക്ഷമിപ്പാൻ മനസ്സുള്ള നീതിയുള്ള രാജാവാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർക്കണം, ഈ മനുഷ്യനെ രാജാവ് ഓർമ്മ. ഈ രാജാവിന് കൊടുക്കേണ്ട കടം എത്രയാണെന്നാ? 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് വേദപുസ്തകത്തിൽ വായിച്ചപ്പോൾ നമ്മൾ പലരും മനസ്സിലാക്കിയത് 10,000 രൂപ എന്നാണ്. തെറ്റാണത്. താലന്ത് അസാമാന്യ മൂല്യമുള്ളൊരു കറൻസിയാണ്. ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വായിച്ചത് 1 താലന്ത് സമം ഒരു പണസഞ്ചിയാണ്. സ്വർണ്ണ നാണയം നിറച്ച ഒരു സഞ്ചിയാണ് 1 താലന്ത്. അങ്ങനെ 10,000 പണസഞ്ചികൾ, സ്വർണ്ണ നാണയങ്ങൾ നിറച്ച 10,000 പണസഞ്ചികളാണ് ഈ മനുഷ്യൻ കടം വാങ്ങിയത്. അതൊന്നും തിരിച്ചു കൊടുത്തില്ല. രാജാവ് ഉപാധി കൂടാതെ ഇപ്പോൾ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. വേറൊരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വായിച്ചത് ഈ താലന്ത് അസാമാന്യ മൂല്യമുള്ള ഒരു കറൻസിയാണ്. അതിനെ ആധുനിക കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 24 ലക്ഷം പൗണ്ട് സമം 10,000 താലന്ത് എന്നാണ്. പൗണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ഇംഗ്ലണ്ടിന്റെ സ്വന്തം കറൻസിയാണ്. 1 പൗണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 100 രൂപ ഇപ്പോൾ പാട്ടും പാടി കയ്യിൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, 24 ലക്ഷം പൗണ്ടിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 24 കോടി രൂപ. 24 കോടി കടമെടുത്തിട്ട് വർഷങ്ങളായി അതിന്റെ പലിശയും കൂട്ടുപലിശയും കൂടിച്ചേർത്താൽ അതിന്റെ ഇരട്ടിയിലധികമായി. അപ്പോൾ ആവറേജ് 50 കോടി രൂപയാണ് ഈ മനുഷ്യന് രാജാവ് ഇളച്ചു കൊടുത്തത്. മാത്രമല്ല, അവരെ സ്വതന്ത്രനാക്കാനും ഉത്തരവായി. നോക്കണം, ഇത്രയും വലിയൊരു വിടുതൽ ഈ മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്നു. വീട്ടാനാകാത്ത കടം കർത്താവ് വീട്ടിക്കൊടുത്തിരിക്കുന്നു. ഒരിക്കലും സ്വന്തം പരിശ്രമം കൊണ്ട് വീട്ടാനാകാത്ത കടം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ രാജകൊട്ടാരം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ ആ തെരുവിലൂടെ നടക്കുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടം തരാനുള്ള കൂട്ടുകാരനെ കണ്ടു. 100 വെള്ളിക്കാശ് എന്ന് വെച്ചാൽ 5 പൗണ്ട്. 5 പൗണ്ട് എന്ന് വെച്ചാൽ 500 രൂപ. പ്രിയപ്പെട്ടവരെ, 50 കോടി രൂപ കടമിളച്ച് കിട്ടിയ ഒരു മനുഷ്യൻ തനിക്ക് 500 രൂപ തരാനുള്ള സ്നേഹിതനെ കണ്ടാൽ എങ്ങനെ പെരുമാറും? നിങ്ങൾ ആലോചിച്ച് വരുമ്പോൾ ഞാൻ UAE പോയി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞോളാം. കുഴപ്പമുണ്ടോ? മിണ്ടുന്നില്ല. കുഴപ്പമുണ്ടോ? ഇല്ല. ദൈവമക്കളെ, ഇയാളെ കണ്ടുപാടെ അയാൾ ഓട്ടം ആരംഭിച്ചു. അപ്പൊ ഇയാൾ കണ്ടു, നിൽക്കവിടെ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഇവിടെ എന്താ ഓടിയ? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ സ്നേഹിത, ഞാൻ നിനക്ക് 500 രൂപ തരാനുണ്ട്. 6 മാസമായി. കഴിഞ്ഞ 6 മാസമായിട്ട് എപ്പോ കണ്ടാലും ഈ 500 രൂപയുടെ പേരിൽ നീ 5000 രൂപയുടെ ചീത്ത പറയും. അത് സഹിക്കാൻ പറ്റാത്ത ഇവിടെ ഇരിക്കുന്ന ചില കുളികളുടെ സ്ഥിരം പരിപാടിയാണ്.
രൂപ അടിച്ചു തുടങ്ങി. അതുകൊണ്ട് ഹരമായിട്ട് കൂട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. നിന്റെ ഇന്നലത്തെ ചീത്ത എൻ്റെ കാലിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിന്റെ കാശ് തന്നേ ഉള്ളെന്ന് ഉറപ്പിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ കിടത്ത് കിടന്ന് 100 പോലുള്ള മാല ഊരിയെടുത്ത് താലി ചരടി പുറത്തിട്ട് ഇന്ന് രാവിലെ കൊണ്ടുപോയി വെച്ചു. 1400 രൂപ കിട്ടും. എന്നാൽ നിന്റെ കാശ് തരാമെന്ന് പറഞ്ഞ് രാവിലെ 10 മണിക്ക് പിടിവിട്ട് ഇറങ്ങി പോകുമ്പോൾ വീട്ടിൽ നിന്ന് വലിയൊരു നിലവിളി. ഞാൻ തിരിച്ച് ഓടിപ്പാഞ്ഞു ചെല്ലുമ്പോൾ 12 വയസ്സുള്ള കൊച്ചു മരത്തേക്ക് ഒരു പിടിവിട്ട് താഴെ വീണ് വലതുകാലം 2 വട്ടം ഒടിഞ്ഞിരിക്കുക. ആ കൊച്ചിനെ ഭാര്യയെടുത്ത് ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. 4000 രൂപ കെട്ടി വെക്കേണ്ടി വന്നു. കാശ് തികയാത്തോണ്ട് ഞാനിപ്പോ തെണ്ടാൻ ഇറങ്ങിയതാ. നീ എന്നെ അവിടെ കൊന്നോ? എന്റെ കയ്യിൽ ഇല്ല. ഞാൻ അത്ര ഭീകരനല്ലേ? ഞാൻ 500 രൂപയ്ക്ക് അതിന് മാത്രം ചീത്ത വിളിച്ചിട്ടുണ്ടോ? നീ വിഷമിക്കണ്ട, ഇനി ഞാൻ ചീത്ത വിളിക്കില്ല. അതെന്ത്? നീ മാനസാന്തരപ്പെട്ടോ? അതൊന്നുമല്ല. പിന്നെ ഇന്ന് എനിക്കൊരു ലോട്ടറി അടിച്ച ദിവസം. ലോട്ടറി എവിടുന്ന? കൊട്ടാരത്തിൽ. എന്താ സംഭവം? അത് വലിയ സംഭവമാണ്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ ഹോട്ടലിലോട്ട് കയറിയാൽ ഇരുന്ന് സംസാരിക്കാം, കുഴപ്പമില്ല. ഇതിനു മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ വാച്ച് പോയി, ഒരു പ്രാവശ്യം എൻ്റെ മോതിരം പോയി, 3ാമത്തെ പ്രാവശ്യം 5 ദിവസം അവിടെ താമസിച്ച് അവരുടെ അടുക്കള പണിയെടുത്തു. ഇനി എനിക്ക് വയ്യ. ഈ പണി കിട്ടിയവരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? കൊടുത്തവര് കാണിച്ചിട്ടുണ്ടോ? കിട്ടിയവരുണ്ടാവാൻ. പ്രിയപ്പെട്ട ദൈവം പറഞ്ഞാൽ വരികയല്ല. അവൻ പറഞ്ഞു ഈ പ്രാവശ്യം അങ്ങനെയല്ല, ഞാൻ ചതിക്കില്ല. കാശ് നീ കയ്യിൽ പിടിച്ചോ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഞാൻ സത്യമാ പറയുന്നത്. അവൻ കൂടെ പോയി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? അപ്പൊ കൊട്ടാരത്തിലുണ്ടായ സംഭവം മുഴുവൻ ഇയാൾ വർണ്ണിച്ച് കേൾപ്പിച്ചു. ആദ്യ ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോടാ, 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 വിശ്വസിക്കാൻ പറ്റൂടാ? വിശ്വസിക്കുക. എനിക്കുണ്ടായ അനുഭവമാണ്. ബില്ല് അയാൾ തന്നെ കൊടുത്തു. മാത്രമല്ല അയാൾ പറഞ്ഞു, നീ എനിക്ക് തരാനുള്ള 500 തരണ്ട, ഇതാ കടപ്പത്രം കീറി. മാത്രവുമല്ല, നിന്റെ കുഞ്ഞാശുപത്രിയില്ലെന്ന് പറഞ്ഞു. 4000 അന്വേഷിച്ച് നടക്കാന്നല്ലേ പറഞ്ഞു. ഇതാ 1000ന്റെ 5 നോട്ട്. ഇത് കടമല്ല, ദാനമാണ്. കൊച്ചിനെ ചികിത്സ വയ്ക്കുക. പോക്കറ്റിലിട്ട് കൊടുത്തു 5 രൂപ. അതെ, സത്യമായിട്ട് 50 കോടി രൂപ കടമടച്ച് കിട്ടിയവൻ 500 രൂപ തരാനുള്ളവനെ കണ്ടാൽ ഇതല്ലേ ചെയ്യേണ്ടത്? അല്ലേ? നിങ്ങളാണെങ്കിൽ ചെയ്യുമോ? എല്ലാവരും പോയോ? ചെയ്യുമോ? പോയി. മാങ്ങയുടെ പുള്ളി നല്ലോണം അറിയപ്പെട്ടപ്പോഴാണ് അത് ഓർമ്മയുണ്ടായാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഥകളൊക്കെ പറയുമ്പോൾ കൂടെ പറയാൻ നമ്മൾ എടുക്കട്ടെ. ചെയ്യുമോ? നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് 18 കൊല്ലം മുമ്പ് പാവപ്പെട്ടവൻ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ചോദിച്ച കാശ് കടം കൊടുത്തതിന്റെ കണക്കെഴുതിയ പുസ്തകം ഈ UAE-യിൽ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മിടുക്കന്മാരുള്ളിൽ കൊണ്ടു. ആ പാവപ്പെട്ടവൻ ഇന്നും പച്ച പിടിച്ചിട്ടില്ല, 5 കാശിന് നിവൃത്തിയില്ല, ഇപ്പോഴും അത്താഴപ്പട്ടിണി കിടക്കുക. ഇവിടെ വന്ന് മെച്ചപ്പെട്ടു, കുടുംബം വെച്ച വലിയ വീട് പണിതു, കാർ വാങ്ങി, നാട്ടിൽ എസ്റ്റേറ്റ് വാങ്ങി. ഇത്രയും വന്നിട്ടും പാവപ്പെട്ടവന്റെ കണക്ക് പുസ്തകത്തില് ആ പേരൊന്നും വെട്ടിക്കളയാൻ തയ്യാറാകാതെ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് നാട്ടിൽ പോയപ്പോഴും വഴിക്ക് വെച്ച് കണ്ടപ്പോ നിന്നെ ജനക്ക് നടക്കുന്നല്ലോ, നീ എനിക്ക് പഴയ ഒരു കണക്ക് തരാനുണ്ട് 300 രൂപ എന്ന് പറഞ്ഞ പുള്ളിയിൽ ഉള്ളിൽ പോകും. എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറഞ്ഞോളാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനത്തിന്റെ പ്രത്യേകതയാണ്. എനിക്ക് എത്ര കിട്ടിയാലും നല്ലത്, ഞാൻ ആർക്കും ഒന്നും അലച്ചു കൊടുക്കില്ല. ഇവിടെ ഒരു തത്വം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് അളക്കാനാകാത്ത കൃപകൾ പ്രാപിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ മനസ്സ വാച കർമ്മണ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ചെയ്തു കൂട്ടിയ ആ എണ്ണാനാകാത്ത പാപങ്ങൾക്ക് കർത്താവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ, ആമേൻ, ഈ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് എന്റെ കർത്താവ് അപ്പോഴപ്പോൾ ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ കാഴ്ചയുള്ള കണ്ണുമായി ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. സത്യം. ഈ കൈകൾ കൊണ്ട് ഞാൻ ചെയ്ത തിന്മകൾക്ക് എന്റെ കർത്താവ് ശിക്ഷ നടപ്പാക്കിയിരുന്നെങ്കിൽ ചലിക്കുന്ന കൈകളുമായി ഒരത്തിന് കീഴെ 2 കൈയുള്ളവനായി ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. നിശ്ചയം. ഈ കാലുകൊണ്ട് ഞാൻ നടന്ന വഴികൾ കർത്താവിന് ഹിതകരമല്ല എന്ന് കണ്ടിട്ട് എന്റെ കർത്താവ് ശിക്ഷ നടപ്പിലാക്കിയിരുന്നെങ്കിൽ, അവൻ എന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ കാലുള്ളവനായി ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. നിശ്ചയം. ആമേൻ. ഈ നാവ് കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പിഴകൾക്ക് എന്റെ കർത്താവ് ശിക്ഷിച്ചിരുന്നെങ്കിൽ നിശ്ചലമായി പോയൊരു നാവുമായി ഞാനിപ്പോൾ നിൽക്കുമായിരുന്നു, സംസാരിക്കില്ലായിരുന്നു. ആമേൻ. ഈ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചു കൂട്ടിയ പാവങ്ങൾക്ക് എന്റെ കർത്താവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ മരവിച്ച ബുദ്ധിയുമായി ചലനശേഷിയാക്കവനായി ഞാൻ ഇരിക്കുമായിരുന്നു. എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. നിങ്ങളോ വ്യത്യാസമുണ്ടോ? യോഗ്യരായതുകൊണ്ടാ? മിടുക്കരായതുകൊണ്ടാ? തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ? ഇത്രമാത്രം വലിയ പാപക്ഷമ ദിനം പ്രതി
നിമിഷം പ്രതി എന്റെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടത്രേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ആമേൻ. എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ച ക്ഷമ അളക്കാനാകാത്തതാണ്. അവനറിയാം എൻ്റെ ആയുസ് കൊണ്ട് വീട്ടിൽ തീർക്കാൻ കഴിയാത്ത പിഴകൾ ഞാനിവിടെ ദൈവത്തോട് ചെയ്തിട്ടുണ്ട്. തമ്പുരാനൊന്നും കണക്കെഴുതി വെച്ചില്ല, ക്ഷമിച്ചു. അത്രമാത്രം എന്നോട് ക്ഷമിച്ചു. അത് ബോധ്യപ്പെട്ട ഒരു പാട്ടുകാരൻ പറഞ്ഞില്ലേ, യേശുവേ എൻ പ്രാണനായക ജീവനെ ഇവിടെ ഇരിപ്പാൻ ഞാനും നിങ്ങളും ബാക്കി കാണില്ലായിരുന്നു എന്ന സത്യം നിൽക്കുമ്പോൾ അത്യുന്നതനായ ദൈവം അതെല്ലാം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് നമ്മുടെ കടം അവന്റെ കടമാക്കി തീർത്ത് കടഭാരം വീട്ടുവാൻ കാൽവരിയേറിയ സ്നേഹമോർത്തിട്ടുണ്ടോ? ഞാൻ ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടവൻ, ഞാൻ അടിയേൽക്കാതിരിപ്പാൻ എനിക്ക് വേണ്ടി അടിയേറ്റവൻ, ഞാൻ മുൾക്കിരീടമേൽക്കാതിരിപ്പാൻ എന്റെ മസ്തിഷ്കം രക്ഷപ്പെടാൻ എനിക്ക് വേണ്ടി മുൾക്കിരീടമേറ്റവൻ, എന്റെ വിലാവ് തുറക്കാതിരിപ്പാൻ എനിക്ക് വേണ്ടി ചവളമേറ്റവൻ, എന്റെ കൈകാലുകളിൽ അണിനിറയ്ക്കപ്പെടാതിരിപ്പാൻ എനിക്ക് വേണ്ടി അണിയേറ്റവൻ, ഞാൻ വിവസ്ത്രനാക്കപ്പെടാതിരിപ്പാൻ നഗ്നനാക്കപ്പെട്ടവൻ, ഇത്രത്തോളം എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കാൽവരിയിൽ വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്ന അത്യുന്നതൻ എന്നെയും നിന്നെയും സ്വതന്ത്രനാക്കി ഇന്നും ശിക്ഷ നടപ്പിലാക്കാതെ ക്ഷമിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് തന്ന മുറിവുകൾ നാം നമ്മുടെ കർത്താവിന് കൊടുത്ത മുറിവോളം വരുമോ? ഓ, നാവില്ലിയാർക്കും എന്തേ സംസാരിക്കാൻ? നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് തന്ന മുറിവുകൾ നാം നമ്മുടെ കർത്താവിന് കൊടുത്ത മുറിവുകളോളം വരുമോ? വാദമൊന്നും പറ. സഹോദര, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ കൂടപ്പുറപ്പ് നിന്നെ മുറിവേൽപ്പിച്ചല്ലേ? നിനക്ക് അവരോട് രമ്യതപ്പെടാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, അവരുടെ വീട്ടിൽ കയറി ചെല്ലാൻ കഴിയുന്നില്ല. വസ്തു പങ്കിട്ടപ്പോൾ അപ്പൻ എന്നെ കബളിപ്പിച്ചു, സഹോദരനും അപ്പനും കൂട്ടിച്ചേർന്ന് എന്നെ പറ്റിച്ചു. എനിക്കിനി അവരുമായി ഒരു ബന്ധവുമില്ല. എന്റെ പെറ്റമ്മ പോലും എന്നെ കൈവിട്ടു. എനിക്ക് അവരെ ഒന്നും കാണണ്ട. അവരുമായി സമ്പർക്കം ചെയ്യാതെ, അവരുമായി രമ്യതപ്പെടാതെ, അവരുമായി കൂട്ടായ്മ പങ്കിടാതെ, ശരി മുഴുവനും എന്റെ പക്ഷത്താണെന്ന്, അവർ ചെയ്തത് മുഴുവനും തെറ്റാണെന്ന് വിധിച്ച് അവരുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റി, സ്വന്തം കൂടപ്പിറപ്പുമായി വർഷങ്ങളായി സംസാരിക്കാതെ, സ്വന്തം പെറ്റമ്മയുമായി നാളുകളായി ഒരു അക്ഷരം മിണ്ടാതെ, ജനിപ്പിച്ച് വളർത്തിയ അപ്പനെ കണ്ടാൽ വഴിമാറിപ്പോകുന്ന മക്കളായി ബന്ധം പിരിഞ്ഞ് സ്വന്തം ജീവിത പങ്കാളിയോട് ഒരക്ഷരം മിണ്ടാതെ, നാട്ടുകാരുടെ മുമ്പിൽ സ്റ്റാറ്റസ് ഒപ്പിക്കാൻ ഒരു കൂരയ്ക്ക് മുമ്പിൽ അന്തി ഉറങ്ങുമ്പോഴും ഒരു മുറിക്കുള്ളിൽ വാതിലടച്ച് മക്കളെ പറ്റിക്കുമ്പോഴും തമ്മിൽ ഒരു അക്ഷരം മിണ്ടാതെ മനസ്സ് പിരിഞ്ഞവരായി ഇവിടെ ഇരിക്കുന്ന ചിലരെ കർത്താവ് എനിക്ക് കാണിച്ചു തരും. സഹോദരി, നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഉണങ്ങാത്ത ചില മുറിവുകൾ, നിന്റെ പ്രിയപ്പെട്ടവരുമായി നിനക്ക് രമ്യതപ്പെടാൻ കഴിയുന്നില്ല. നിന്റെ അമ്മാവിയമ്മയുമായി, നിന്റെ പേറ്റമ്മയുമായി, നിന്റെ സഹോദരന്റെ ഭാര്യയുമായി, നിന്റെ കൂടപ്പിറപ്പുമായി എവിടെ നിൽക്കുന്നു? ഇത്രയും വലിയ പാപക്ഷമ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവമക്കളെ, അത് പ്രാപിച്ചു എന്ന ബോധം നെഞ്ചകത്തുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചിടത്തോളം വരുമോ നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത്? ഓ, എന്തേ ക്ഷമിച്ചില്ല? വലിയ നോമ്പിലേക്ക് ചുവടുവെക്കില്ല.
വലിയ നോമ്പിലേക്ക് ചൂട് വെക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ നോമ്പിന്റെ ദിനങ്ങളെ അച്ഛൻ ഇന്ന് രാവിലെയും വൈകിട്ടും ഒരുപോലെ ഓർമ്മിപ്പിച്ചു. നിരപ്പിന്റെ അനുഭവമാണ് നോമ്പ്. ഓരോ നോമ്പ് പിന്നിടുമ്പോഴും നാടകം കളിക്കുകയല്ലേ ജനം. നിരപ്പ് പ്രാപിക്കാതെ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാതെ, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കാതെ, എല്ലാം എന്റെ അവകാശമാണ്, എന്റെ പക്ഷത്താണ് ശരി മുഴുവനുമെന്ന് സ്വയം വിധിച്ചിട്ട് തന്റെ തെറ്റുകളെ ശരിയാക്കി വ്യാഖ്യാനിച്ച് ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ടെന്ന് സ്വയം പ്രഖ്യാപിച്ച് സ്വയം നീതീകരിച്ച് ഒരിക്കലും മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത മഹാഭാവികളായി തങ്ങളെ തന്നെ പിശാചിന് അടിയറ വെച്ചുകൊണ്ട് മശിഹായുടെ വലിയ വക്താക്കളായി ലോകത്ത് കപട നാടകമാടുന്ന ആളുകളായി നാം നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറയുന്നു, നിന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കണം. ഹല്ലേലൂയ. നിരുപാധികം. ഓർക്കട്ടെ, ഒരു ദിവസം യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഗുരു, യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? കർത്താവ് അന്ന് വെയിലിറങ്ങിയപ്പോൾ തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവ് മലയിലേക്ക് പോയി. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ 4 വട്ടം അവിടെ പോയിട്ടുണ്ട്. ഒലിവ് മലയുടെ ഒരു പ്രത്യേക ചെരുവിൽ മനോഹരമായ ഒരു പ്രദേശം, നിറയെ ഗുഹകളും മറ്റുമാണ്. അന്ന് പാളയത്തിന് പുറത്ത് കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ഇടമാണ് ഈ ഗുഹകൾ. 4 വട്ടം അച്ഛൻ അവിടെ പോയി. ദൈവമക്കളെ, ആ ഗുഹകൾക്കുള്ളിലിരുന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഓർക്കട്ടെ, ഇന്ന് അവിടെ ചെന്നാൽ ലോകത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഈ പ്രാർത്ഥന കല്ലിൽ ആലേഖനം ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകത, ആ സ്ഥലത്ത് ഇറങ്ങി ചെന്നാൽ വലതുവശത്തെ ആദ്യത്തെ ശിലാഫലകം നമ്മൾ സംസാരിക്കുന്ന പച്ച മലയാളത്തിൽ എഴുതി പ്രദർശിപ്പിച്ചിരിക്കുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ശ്രീവാകാട്ടുമങ്ങാട്ട് കോർപ്പിസ്കോപ്പായ പ്രത്യേക വാർത്ത നന്ദി പറയാം. അദ്ദേഹത്തിന്റെ പേരിലാണ് അത് ചാർത്തിയിട്ടുള്ളത്. പിൽഗിരി ബെഞ്ച് ആരംഭിച്ചത് അദ്ദേഹമാണ്. തീർത്ഥാടനം വിശുദ്ധ നാടുകളിൽ. ദൈവമക്കളെ, ഓർക്കട്ടെ, കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമോ? ശവസംസ്കാര ശുശ്രൂഷ പുസ്തകമുണ്ടോ? എനിക്കിത് കാണപ്പെടാറില്ലാത്തതുകൊണ്ടാണ്. മൃതദേഹം കാണുമ്പോൾ പിന്നെ ചരമപ്രസംഗം പറഞ്ഞോട്ടെ, എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമോ? ഏതാണ് പ്രാർത്ഥന? അച്ഛൻ ചോദിച്ചത് മണ്ടൻ ചോദ്യമാണെന്ന് സ്വയം വിധിച്ചിട്ടല്ലേ മിണ്ടാതിരുന്നത്? ഒരു ചോദ്യം കൂടെ. ഈ പ്രാർത്ഥന യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, 8 വാചകങ്ങൾ മാത്രമുള്ള ആ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ഈ ആയുഷ്യം ഇന്നു വരെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കേട്ടില്ല? ഉണ്ടോ? ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ എവിടെയോ ഒരു കുഴപ്പം പറ്റി. ഒന്നെങ്കിൽ അതിന്റെ ചോദ്യം തെറ്റി. അവിടെ ഒരു കുഴപ്പം പറ്റി. നിങ്ങൾ പറഞ്ഞത് ഒരുപാട് വട്ടം ചൊല്ലിയിട്ടുണ്ട്. പ്രാർത്ഥന ചൊല്ലാൻ പ്രത്യേകിച്ച് ഒരു റിസ്കുമില്ല. പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് യോഗ്യത വേണം. അച്ഛൻ ചോദിച്ചതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താ പറയുന്നത്? ആ പ്രാർത്ഥനയൊന്ന് ഓർത്തെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട്, ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങളെ മുറിവേൽപ്പിച്ചവരോട്, ഞങ്ങളുടെ കവർന്നെടുത്തവരോട്, ഞങ്ങളുടെ അവസരം തട്ടിപ്പറിച്ചവരോട്, ഞങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞവരോട്, ഞങ്ങളെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞവരോട്, ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ആരും മിണ്ടുന്നില്ല. ക്ഷമിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന ആയുസ്സിൽ ഇന്ന് വരെ നിങ്ങൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ചൊല്ലിയിട്ടുണ്ട്. 1,00,000 പ്രാവശ്യം ഈ പ്രാർത്ഥന ഉരുവിട്ടതിന്റെ പകിട്ടുകൊണ്ട് സ്വർഗവാതിലിൽ മുട്ടിയാൽ തുറക്കുമെന്ന് ഇവിടെ ആരെങ്കിലും നിലച്ചെങ്കിൽ ഇല്ല, തുറക്കില്ല. സ്വർഗ കവാടം തുറക്കണമെങ്കിൽ ഈ പ്രാർത്ഥന യോഗ്യതയോടെ ഒരു വട്ടമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നീ മരിക്കണം.
ഹല്ലേലൂയ. ഈ രാത്രി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ അച്ഛന് പറയാനുള്ളത്, സ്നേഹിതരെ, പ്രാണൻ പറിച്ചെടുക്കപ്പെടുന്ന നിമിഷം എനിക്ക് നിങ്ങൾക്കും അറിയില്ല. ഈ രാത്രി അത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. ഉണ്ടോ? മരിക്കും മുമ്പ് ഒരു വട്ടമെങ്കിലും ഈ പ്രാർത്ഥന യോഗ്യതയോടെ പ്രാർത്ഥിച്ചിട്ട് നീ മരിക്കുക. ഇല്ലെങ്കിൽ നീ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ദൈവമക്കളെ, നിസ്സാരമാണ് വചനത്തിന് ശക്തി. എന്തേ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല? ഇന്ന് പലരും പറയുന്നു, ഞാൻ ക്ഷമിച്ചു, ഞാൻ ധ്യാനം കൂടി, ഞാൻ നിരപ്പായി, ഞാൻ മിണ്ടി, ഞാൻ പോയി, ഞാൻ വന്നു. പ്രിയപ്പെട്ടവരെ, ചേട്ടനും അനിയനും ഭയങ്കര വഴക്കായിരുന്നു. 16 കൊല്ലം തമ്മിൽ കണ്ടാൽ മിണ്ടിയിട്ടില്ല. ഈരിയും പാമ്പുമായിട്ട് ജീവിച്ചതാ. അത് കഴിഞ്ഞ് ധ്യാനം കൂടി. ആദ്യം ചേട്ടനും പിന്നെ അനിയനും മാനസാന്തരപ്പെട്ടു. രണ്ടുപേരും അങ്ങോട്ട് പോയി ഇങ്ങോട്ടും പോയി. ഭയങ്കര കൂട്ടായ്മ, ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു 4 കൊല്ലം ആനന്ദമായി ജീവിച്ചിരിക്കച്ചത് പെട്ടെന്നൊരു ദിവസം അറിയുന്നു അനുജന് കൊള്ളുകയില്ലാത്തൊരു സൂക്കേടാ. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചേട്ടനെ ആശുപത്രി കൊണ്ടുപോയത്, പരിശോധന കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ചേട്ടൻ ഇതൊക്കെ വായിച്ച് പഠിച്ചേച്ച് വീട്ടിലോട്ട് വന്നു. എങ്ങനെയുണ്ട് അനുജന്? ഇത്തിരി പ്രശ്നമാണ്. എന്തുവാ? ക്യാൻസറാ. എന്തോ പറ്റി? അത് കൊള്ളുകാരാത്ത സ്ഥലത്താ. രക്ഷപ്പെടുകാരെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, കഷ്ടമായി പോയല്ലോ. എന്തോ കഷ്ടപ്പെടി. പണ്ട് എന്നോട് ചെയ്തതേ കർത്താവ് ഇപ്പോഴാ കണക്ക് പോയി. ഇയാൾ ക്ഷമിച്ചായിരുന്നോ? ക്ഷമിച്ചായിരുന്നോ? നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. വേഷം കെട്ടരുത്. ഹൃദയം കൊണ്ട് പൊറുക്കാൻ കഴിയാതെ കാപ്പട വേഷം കെട്ടരുത്. ഉള്ളിൻ്റെ ഉള്ളിൽ തിരുത്തപ്പെടലും നടക്കണം. ഹല്ലേലൂയ. ഇവിടെ ഒരു ചിന്ത കൂടെ പറയട്ടെ. ദൈവത്തെ നിസ്സഹായനാക്കരുത്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ദൈവം നിസ്സഹായനാണ്? എന്താ കാര്യം? നാം പ്രാർത്ഥിക്കുന്ന, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, 1000 വട്ടം എന്നോടും നിന്നോടും ക്ഷമിക്കാൻ സർവശക്തൻ സർവദാ തയ്യാറാണ്. പക്ഷേ അത് സ്വീകരിക്കാൻ നാം യോഗ്യരല്ലെങ്കിൽ എന്തു ചെയ്യും? ദൈവം നിസ്സഹായനായി പോകും. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം വേണമെന്ന് പറഞ്ഞു, ഞാനത് തരാൻ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചു. വരിക, ഞാനത് തരാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. നിങ്ങൾ വന്ന് കൈ ഇങ്ങനെ നീട്ടിയാൽ എനിക്ക് മനസ്സിലാകും അത് വാങ്ങാൻ ഉദ്ദേശമുണ്ട്, ഞാൻ അങ്ങോട്ട് തരും. നിങ്ങളെ വിളിച്ച് സാധനം വാങ്ങിക്കൊള്ളാൻ പറയുമ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചാൽ ഞാൻ എന്തോ മനസ്സിലാക്കും? എന്തോ മനസ്സിലാക്കണം? സ്വീകരിക്കാൻ ഉദ്ദേശം, തരാൻ എനിക്ക് മനസ്സാണ്, പക്ഷെ തരാൻ സാധിക്കുമോ? ഇപ്പോൾ ഞാൻ നിസ്സഹായനായി. ഇത് തന്നെയപ്പോൾ ദൈവത്തിന്റെ അവസ്ഥ. എനിക്കും നിനക്കും വാക്ഷമ തരാൻ 1000 വട്ടം തമ്പുരാൻ തയ്യാറാണ്. പക്ഷേ പ്രാപിക്കാൻ നമുക്ക് യോഗ്യതയില്ല. സഹോദരനോട്, സഹജീവിയോട്, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാത്തവരൊക്കെ കർത്താവിന്റെ മുമ്പിൽ കതകടച്ചവരാണ്. ഹല്ലേലൂയ. സഹജീവിയോട് ക്ഷമിക്കാത്തവരൊക്കെ കർത്താവിന്റെ മുമ്പിൽ കതകടച്ചവരാണ്. ഈ അടച്ചം വെച്ചിട്ട് ഇപ്പുറത്തിരുന്ന് നമ്മൾ ഭയങ്കര പ്രാർത്ഥന. കതകടച്ചതാരാ? നമ്മൾ. എന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കും, മോറാനേശ്വരിശിഖ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുത്. മർത്തോമ സഭയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. തുറച്ചു നോക്കുന്നു വേണ്ട, ഇല്ലേ? ഇപ്പൊ കുറ്റവാർക്ക വാതിലടച്ചതാരാ? ഞാൻ. കുറ്റവാർക്ക കർത്താവിന്. നീ അടയ്ക്കരുത്. ശരിയായില്ല മക്കളെ. അടച്ചവർ വാതിൽ തുറക്കണം. ഞാൻ ഷട്ടറിട്ടും വെച്ചിട്ട് ഇപ്പുറത്തിരുന്ന് 1000 മണിക്കൂർ അററി വിളിച്ചാലും അപ്പുറത്ത് നിന്ന് ഒരു ഉത്തരവും കിട്ടില്ല. കാരണം ഇത് അവിടെ കേൾക്കുന്നില്ല. അടച്ച വാതിൽ തുറക്കണം. രമ്യതപ്പെടാത്തവന്റെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കപ്പെടും. നീ വഴിപാടുമായി യാഗപീഠത്തിന് മുമ്പിൽ വരുമ്പോൾ നില്ല. കഴിക്കാൻ വരട്ടെ, വഴിപാട് അവിടെ വെക്ക്, ഇരുന്ന് ധ്യാനിക്ക്. സഹോദരന് നിന്നോട് വല്ല വിരോധവും ഉണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ, കർത്താവ് വളരെ സൂക്ഷ്മതയോടെയാ പറഞ്ഞത്, നിനക്ക് സഹോദരനോട് വല്ല വിരോധവും ഉണ്ടെന്നല്ല. ആണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞാലേ എനിക്ക് ആരോടും ഒരു വിരോധവും. കർത്താവിന് അറിയാലോ കബളിപ്പിക്കലിന്റെ ആശാന്മാരാ നമ്മളെ. കർത്താവ് പറഞ്ഞത് വളരെ സൂക്ഷ്മതയാ. ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ ഈ വഴിപാട് എനിക്ക് വേണ്ട. അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്. അമ്മാവിയമ്മയോട്, കൂടപ്പറപ്പിനോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മരുമക്കളോട് നിരന്നോടണം, രമ്യതപ്പെടണം. നിന്റെ മേല ഓഫീസറോ കീഴ ജോലി ചെയ്യുന്നവരോ നിന്നെ പ്രതി മുറിവേറ്റിരിക്കുന്നെങ്കിൽ, അവരുടെ മനസ്സ് വാടിയിരിക്കുന്നെങ്കിൽ, അവരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പണിത് കൊടുക്കാതെ, അവരുടെ ജീവിതത്തെ വീണ്ടും പുനരാവിഷ്കരിച്ച് ചിട്ടപ്പെടുത്താതെ, അവരുടെ മുറിവുണക്കാതെ നീ കഴിക്കുന്ന വഴിപാട് വെറുതെ, അത് പാഴാണ്. ഈ കാലമത്രയും ഈ ജനം കഴിച്ച വഴിപാടുകൾ വെള്ളത്തിൽ വരച്ച വരകളാണ്. ഈ കാലമത്രയും ഈ ജനം കഴിച്ച നേർച്ചകളും, ഈ ജനം കഴിച്ച കാഴ്ചകളും, ഈ ജനം അർപ്പിച്ച വഴിപാടുകളും ദൈവസന്നിധിയിൽ കടലിൽ കലക്കിയ കായമാണ്. അർഹതയില്ലാത്തവന്റെ അർപ്പണം സ്വീകാര്യമല്ല. ആമേൻ. നിരപ്പാകണം.
ഹല്ലേലൂയ. നിരപ്പ് പ്രാപിക്കണം. ഇന്ന് അനേകരുടെ ഹൃദയവാതിൽ വെറുപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് നിലവിളിയ. ചങ്ക് തല്ലി പൊട്ടിച്ചാൽ ഉത്തരം കിട്ടില്ല. മുട്ടിൽ നിന്ന് മുട്ട് തകർത്താലും ഉത്തരം കിട്ടില്ല. ഉപവാസം കിടന്ന് സ്വന്തം കുടലുടക്കിയാലും മറുപടി കിട്ടില്ല. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഇന്നത്തെ ആളുകളുടെ ഒരു പൊതു സ്റ്റൈല് ദൈവത്തെ സമരം ചെയ്ത് തോപ്പിക്കാം. നമ്മൾ കുറെ അലമുറയിട്ട, കുറെ ചങ്ങ ചൊല്ലി പൊട്ടിച്ച, കുറെ പാട്ടിന് കിടന്ന കർത്താവ് നമ്മുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ഇതെങ്ങനെയാ സഹിക്കണമെന്ന് ഓർത്ത് അനുഗ്രഹിക്കുന്ന വിചാരം മടക്കി മടി വെച്ചാൽ മതി. കർത്താവിനെ പറ്റിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയും, നീ അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ചത്താലും ശരി, നിന്റെ മനസ്സ് ശരിയാകാതെ, നിരമ്യതപ്പെടാതെ, നിന്റെ മുറിവുണങ്ങാതെ, നിന്നാൽ മുറിവെച്ചവരുടെ മുറിവുണക്കാതെ നിന്റെ ഒരു പ്രാർത്ഥനയും ഇവിടെ സ്വീകരിക്കപ്പെടില്ല. ആമേൻ. ഇല്ല. നിരപ്പ് ഇവിടെ ഇരുന്ന് ചിലരെ ഞെരിവിളി കൊള്ളുക. എന്ത് തോന്നിയപ്പോഴാ കർത്താവെ ഞാനിങ്ങോട്ട് വന്നത്? വളരെ പ്രശസ്തനാന്നൊക്കെ പറഞ്ഞ ഒരു അച്ഛനെ കുറിച്ച് എത്ര വട്ടം ചെയ്തു. അദ്ദേഹം വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് കേട്ടേക്കാം, ഇതിപ്പോ ആരാണ് പറഞ്ഞ പോലെ മുൾമത്തെ പിടിച്ചിട്ടത് വരും. എനിക്ക് അവരോട് മിണ്ടാനും പറ്റത്തില്ല, ഇപ്പൊ മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. വടി ഞാൻ വെട്ടിവെച്ചിട്ടുള്ളൂ, അടിക്കാൻ തുടങ്ങുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലർ ഇത്രയുമായപ്പോ എന്നോടൊരു ചോദ്യം ചോദിക്കുക, എന്റെ അച്ഛൻ ക്ഷമിക്കുക ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പലവട്ടം പല ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു. അച്ഛൻ ഈ ക്ഷമിക്കുന്നത് എത്രയാന്ന് വെച്ചാ ക്ഷമിക്കുന്നതിന് പരിധിയില്ലേ? ഇവിടെ ചിലർ ചോദ്യം, ഈ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? ഈ ചോദ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? വന്നിട്ടുണ്ടോ? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് മനുഷ്യ. എന്നോട് ചില പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാൻ ക്ഷമിക്കാം, അയാൾ പിന്നെയും കുഴപ്പമുണ്ടാക്കാം. ഞാൻ പിന്നെ ക്ഷമിക്കാം, അയാൾ പിന്നെ കുഴപ്പമുണ്ടാക്കാം. ക്ഷമിക്കാം, പിന്നെ കുഴപ്പമില്ല. ഇതിനൊരു പരിധിയില്ലേ? എത്രയാന്ന് വെച്ചാ ഈ സഹോദരിമാരോടൊന്ന് തുറന്ന് സംസാരിക്കാനുള്ള കിട്ടി അവരൊക്കെ ഇതേ ചോദ്യം എന്നോട് ചോദിക്കും, ഈ കള്ളുവണ്ടിയായി എത്ര കാലം എത്ര കാലം സഹിക്കുക? ഇതിനൊരു പരിധിയില്ലേ? ന്യായമായ പ്രശ്നമില്ല. മിണ്ടുന്നുണ്ട്, മൊത്തം കള്ളുവണ്ടിയാണോ? ഇതിനൊരു പരിധിയില്ലേ? ഈ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം, സർവശക്തനായ ദൈവം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഇപ്പോ രാത്രി 8:45 ഇന്ന് രാത്രി ഒരു 11 മണിയാകുമ്പോൾ ഈ യോഗത്തിന് കൂടിയ ആളുകളുടെ മുറിക്കുള്ളിൽ വന്ന കർത്താവ് നിന്നിട്ട് ഒരു ചോദ്യം, ഇന്ന് നന്നാവും, നാളെ നന്നാവും, ഇന്ന് നന്നാവും, നാളെ നന്നാവും എന്നോർത്ത് ഞാൻ കാത്തിരുന്നു, ക്ഷമിച്ചു ഇന്ന് വരെ. ഇന്നത്തെ മീറ്റിങ്ങിലെങ്കിലും നീ ഗുണം പിടിക്കുന്ന ഞാൻ വിചാരിച്ചത്. മോനെ, ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ട് എന്ന് ഇന്ന് രാത്രി 11 മണിക്ക് തമ്പുരാൻ അനുവദിക്കുന്ന ചിലരുടെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞാൽ നാളെ എന്തോ സംഭവിക്കും? ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഇത്ര പണി കൂടുതൽ. സഹോദരി, നാളെ രാവിലെ നീ എഴുന്നേക്കുവോ? കർത്താവ് ഈ ചോദ്യം നിന്നോട് ചോദിച്ചാൽ മിണ്ടുന്നില്ലല്ലോ. നീ കണ്ണു തുറക്കുവോ? കർത്താവ് ഈ ചോദ്യം ചോദിച്ചാൽ നാം ഉള്ളിലിടും മുമ്പ് ഞാൻ എന്തെയും മരിച്ചുവോ? കർത്താവ് ഇന്ന് വരെ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു പാഠം പറഞ്ഞു, ക്ഷമിക്കുന്നതിന് പരിധിയില്ല. ക്ഷമിക്കുന്നതിന് പരിധി. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് പറഞ്ഞത്? ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ ആ വഴിയും അടച്ചല്ലോ. ഇപ്പൊ അച്ഛൻ ഒരറ്റം മുതലുള്ള വാതിലെല്ലാം പൂട്ടി കൊണ്ടുവരിക. ഇനി രക്ഷപ്പെടാൻ എന്താ മാർഗം? അപ്പോ ഇവിടെ ഇരിക്കുന്ന 2 മിടുക്കന്മാർ എന്നോട് ചോദിക്കുന്നു, അച്ഛാ ഒരു മിടുക്കിയുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കുകയാണെ, ഈ ക്ഷമിച്ചില്ല എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അത് പ്രതീക്ഷിച്ച ചോദ്യമാണ്. അത് കിളിവാതിലാണ്. അതുകൂടെ അങ്ങ് അടച്ചേക്കാൻ പോവാ. നിങ്ങൾ എന്തു ചെയ്യുന്ന പറയുന്നേ? പോകാൻ വഴിയില്ലേ? നീ ക്ഷമിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? മറുപടി അച്ഛനല്ല പറയുക, സാക്ഷാൽ യേശു ക്രിസ്തു. ഒടുവിൽ 2 വാക്യം ആവർത്തിച്ച് വായിച്ചു ഓർക്കുന്നുണ്ട്. അങ്ങനെ യജമാനൻ കോപിച്ചു, അവസാനത്തെ കാശ് പോലും കൊടുത്തു തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ ഉത്തരവായി. എന്നിട്ട് യേശു നമുക്ക് വേണ്ടി ഒരു അടിക്കുറിപ്പ്
പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അവനോട് ചെയ്തതുപോലെ കടസി കാശ് പോലും കൊടുത്തു തീർക്കും വരെ എവിടെ? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കോ. ക്ഷമിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾക്ക് ഈ ദണ്ഡിപ്പിക്കുക ദണ്ഡിപ്പിക്കുക പറഞ്ഞാൽ എന്നു മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ല. അതായത് സുഖിമാന്മാരും സുഖിമതികളൊക്കെ ആയിട്ടിരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി വെച്ചോളൂ. ഒരു സാമ്പിൾ പറഞ്ഞോട്ടെ. വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ദണ്ഡനം. ദണ്ഡനം എന്നാൽ എന്താ? കൊല്ലുന്ന പ്രശ്നമില്ല, കൊല്ലാക്കൊല ചെയ്യും. എന്താണ്? കൊല്ലുന്ന പ്രശ്നമില്ല, കൊല്ലാക്കൊല ചെയ്യും. അതിന്റെ പേരാണ് ദണ്ഡനം. പ്രിയപ്പെട്ടവരെ, ഉദാഹരണം, ഈ ആളെ ദണ്ഡന സ്ഥലത്ത് ബന്ധിച്ചിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് നല്ല വെള്ളത്തിൽ കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു, വയറ് നിറച്ച് സ്വാദിഷ്ടമായ ആഹാരം കൊടുത്തു. ഒരു 6:30 മണിയായപ്പോൾ സുഹൃത്തെ വന്നേ നമുക്കൊരിടം വരെ പോകാന്ന് പറഞ്ഞ് 4-5 രാജകിങ്കരന്മാർ കൂട്ടിക്കൊണ്ടുപോയി. എവിടെ? ഈ ദണ്ഡന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇയാൾക്ക് അറിയാൻ പാടില്ല സത്യം. നിങ്ങൾ നാട്ടുപുറത്തായിരുന്നപ്പോ ഈ കത്തി അരുവാളും കോടതിയിൽ കൊണ്ടാകുന്ന കൊല്ലന്റെ ആലയിൽ എപ്പോഴേക്കും പോയിട്ടുണ്ടോ? നാളെ വിട്ടെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഉലയിൽ ഉരുക്കി പഴിപ്പിച്ച കനൽക്കട്ട പോലെ വിൽക്കുന്ന ഇരുമ്പ് കഷണം കൊടിയിൽ കൊണ്ടെടുത്ത് ഒരു കട്ടപ്പുറത്ത് വെച്ച് ചുറ്റിക കൊണ്ട് വിൽക്കുന്നത്. ഈ കട്ട ഉരുക്കുകട്ടയാണ്. എന്തോരം അടിച്ചാലും ചളുങ്ങില്ല. ഈ ദണ്ഡന സ്ഥലത്ത് ഇതുപോലെ ഒരു വലിയ ഉരുക്കുകട്ട സങ്കല്പിക്കുക. 2 അടി സ്ക്വയർ ഫീറ്റ് ഒരു വലിയ ഉരുക്കുകട്ട. ഇയാൾ അവിടെ കൊണ്ട് നിർത്തിയപ്പോ രാജകിങ്കരന്മാരെ പ്രധാനി ഒരു ചോദ്യം. അതെ, രാജാവിന് എത്ര കൊടുക്കാനുള്ളത്? 10,000 താലന്ത്. എപ്പോഴാ കൊടുക്കുന്നത്? എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളത് ഈടാക്കിക്കോളാം. എങ്ങനെ? 4 പേർ ബലമായി വലത് കൈ പിടിച്ചു, ചൂണ്ടുവരലെ കട്ടപ്പുറത്തോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചു. അപ്പൊ അയാൾക്ക് എന്തിനാന്ന് മനസ്സിലായില്ല. അപ്പുറത്ത് നിന്ന് മൊട്ടത്തലയൻ മുറുക്കി ചൊമ്പിച്ച് ഒരു തുപ്പും തുപ്പി അയാൾ മുണ്ടൊന്നോടെ മുറുക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് 10-40 ചുറ്റിക, പല കനത്തിലുള്ളത്. തൂക്കി നോക്കി 10 കിലോയുടെ ചുറ്റിക എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു. അയാൾ നാവ് കടിച്ചു പിടിച്ചിട്ട് ഈ വിരലിൽ ഉന്നം വെച്ച് നഖം കൂട്ടി ഒറ്റ വീക്ക. ഭയങ്കര സുഖല്ലേ? നിങ്ങളുടെ കൈവിരൽ എപ്പോഴെങ്കിലും വാതിൽപ്പാടിന്റെ ഇടയ്ക്ക് പെട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര സുഖ. പിന്നെ 24 മണിക്കൂർ നേരത്തേക്ക് വേറെ ഒരു വിചാരം. ഭയങ്കര സുഖ. ഈ മനുഷ്യന്റെ വിരൽ ഇടിച്ച് ചതച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, വിശപ്പുണ്ടെങ്കിലും ഉണ്ണാൻ വയ്യ. ഈ മനുഷ്യൻ അസ്വസ്ഥനാണ്, നിന്നിടത്ത് നിന്ന് തുള്ളുകയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഒരു ഉപദ്രവവും ചെയ്തില്ല. പിന്നെ ആഹാരം കൊണ്ട് കൊടുത്തു, എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കൃത്യം 7 മണിയായപ്പോ വന്നേ ഒരു കാര്യം പറയട്ടെ, വിളിച്ച അങ്ങോട്ടോ സ്ഥലത്ത് എത്ര കാര്യം മനസ്സിലായി. എന്നെ എവിടെയാ കൊണ്ടോടെ? അയ്യോ കാര്യമില്ലേ, കാശപ്പഴ കൊടുക്കണേ, എന്റെ കയ്യിലില്ലാന്ന് ഇന്നലെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ വിഷമിക്കണ്ട. ഇടത് കഴിച്ചുകൊണ്ട് വരല പിടിച്ചു വെച്ചത്. ആ പുള്ളിക്ക് വല്ല മയമുണ്ടോ? ഒറ്റ വീക്ക്, 2 കൈ ഇങ്ങനെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു പുതുമില്ല. ആഹാരമൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി കൊടുക്കും, ചായ ചോദിച്ചാൽ ചായ കൊടുക്കും. ഇനി വേറെ ഏത് ഫുഡ് വേണ്ടിച്ചാൽ അതൊക്കെ കൊടുക്കും. 3-ാം ദിവസം രാവിലെ വീണ്ടും അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അന്ന് കാശ് കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ വലത് കാലിൻ്റെ പേരുവേരെല്ലാം പിടിച്ചു വെച്ചത് ആ വലിയ നഖമുള്ളൊരു വിരലില്ലേ നമ്മുടെ ഒക്കെ കാലിൽ, അതേ പിടിച്ചങ്ങോട്ട് വെച്ചു. ആ പുള്ളി വന്ന് നോക്കുമ്പോൾ തലേ ദിവസം ചുറ്റിക്ക് തൂക്കം പോരാന്ന് പുള്ളിക്ക് ഒരു തോന്നൽ. ഈ മുട്ടത്തലേ അതവിടെ ഇട്ടിട്ട് 15 കിലോയുടെ ഇരുമ്പ് കൂടെ എടുത്തുകൊണ്ട് വന്നു. ഈ റോഡരികത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ ബോയന്മാർ കല്ല് തന്നെ പൊട്ടിക്കണം വലിയ ചുറ്റി കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സാധനം ഇയാൾ 2 കൈയും പിടിച്ച് ഉന്നം പിടിച്ച ഓങ്ങിയോ ഒറ്റ വീക്ക. വലത് കാലിന്റെ തള്ളവരൽ നാക്ക അടക്കാൻ സാധനം. ഒറ്റക്കാലിൽ തൂങ്ങിയ സെല്ലിലോട്ട് പോയത്. 4-ാം ദിവസം ഇടത് കാലിന്റെ തള്ളവരൽ 20 ദിവസം കൊണ്ട് 20 വിരലും ചതച്ചു. കൊല്ലൂല, കൊല്ലാക്കൊല്ലി. 21-ാം ദിവസം കിട്ടാവുന്നതിൽ ഏറ്റവും എരിവുള്ള കട്ടൻ കാന്താരി മുളക് വെട്ട പോലെ അരച്ചിട്ട് കണ്ണിലേക്ക് പൂശി. 22-ാം ദിവസം പ്രിയപ്പെട്ടവരെ അത് ശരീരത്തിൽ നീറ്റിൽ അനുഭവപ്പെടുന്ന മറ്റ് പല സ്ഥലങ്ങളിലും മാറി മാറി പഠിച്ചു. ഒരു ദിവസം കമിഴ്ത്തി കിടന്നിട്ട് എങ്ങനെ ചെന്നാലും കയ്യെത്താത്ത സ്ഥലത്ത് മുതുകത്ത് പുറത്ത് നല്ല ബ്ലേഡ് കൊണ്ട് കുനുകുനിന്ന് 10-40 വരയിട്ട് തൊലി പൊട്ടിച്ചിട്ട് പേസ്റ്റ് തൂത്തുകൊണ്ട് ഇവിടെയാണെങ്കിൽ ഊതെങ്കിലും ചെയ്യാം, അവിടെ എന്തും ചെയ്യും.
പ്രിയപ്പെട്ടവരെ, 30 ദിവസം തികയുന്നത് വരെ പല വിധത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്തു. 31-ാം ദിവസം രാവിലെ വലത് ഇടത്തള്ളവരിൽ ചൂണ്ടുവരൽ വീണ്ടും ചുറ്റില്ല, കൊല്ലില്ല, കൊല ചെയ്യും. ആ സ്ഥലത്തിന്റെ പേരാണ് ദണ്ഡന സ്ഥലം. എന്താ അങ്ങോട്ട് പോവല്ലേ? അങ്ങോട്ടൊന്നും പോവല്ലേ? ഓക്കെ, എന്താ സഹോദരിമാരെ, അങ്ങോട്ട് പോകണം? അവർ പറഞ്ഞു ഇത് വളരെ സെൻസിറ്റീവാ, പെട്ടെന്നാണ് മതി. കയ്യിലിരിപ്പ് നിങ്ങളെ അവിടെ എത്തിച്ചില്ലേ? ഇല്ലേ? വചനം അറിഞ്ഞിട്ട് നിഷേധിക്കരുത് ആരും. സത്യം ബോധ്യപ്പെട്ടിട്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കരുതാരും. നിരപ്പ് പ്രാപിക്കാതെ പ്രയാണം തുടർന്നാൽ അപകടമാണ്. ഈ ഭൂമിയിൽ നിന്ന് പിരിയും മുമ്പ് നിന്നെ വേദനിപ്പിച്ചവരും നീ വേദനിപ്പിച്ചവരുമായി നീ രമ്യതപ്പെടാത്ത പക്ഷം, നിരപ്പ് പ്രാപിക്കാത്ത പക്ഷം, നിന്റെ നേർച്ചയും നിന്റെ നോമ്പും നിന്റെ അർപ്പണവും നിന്റെ വഴിപാടും വൃഥാവാണ്, സ്വീകരിക്കപ്പെടില്ല. അവിടെ ദണ്ഡന സ്ഥലത്തെ കണ്ടിപ്പരും അത് വേണം. ഇവിടെ വെച്ച് മാറാൻ സാധ്യത. നിങ്ങളെ മുറിവേൽപ്പിച്ചവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും മുമ്പ് ഒരു വാക്ക് ക്ഷമ പറയണം. പറയാൻ വേണ്ടിയല്ല, ആത്മാർത്ഥമായി. അല്ല, ഫോണിൽ വിളിച്ചാൽ കിട്ടാവുന്ന ദൂരത്താണെങ്കിൽ വിളിച്ച് അന്തി ഉറങ്ങും മുമ്പ് അവരുമായി രമ്യത. ഒരുപക്ഷെ അവർ കൈക്കൊണ്ടെന്ന് വരില്ല, എങ്കിലും ചെയ്യണം. നിരപ്പ് പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് നമുക്ക് നിത്യമായ ക്ഷമ കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? എൻ്റെ ദൈവം എന്നോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ നിലപാടുകളാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ നിലപാടുകളാണ്. ദൈവത്തെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നത് ഞാനാണ്. ഹല്ലേലൂയ. എങ്കിൽ എൻ്റെ തീരുമാനം നിർണായകമാണ്. എൻ്റെ ഭാവി നിർണയിക്കുന്നത് ഞാനാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിധികർത്താവ് ഞാൻ തന്നെ, ദൈവമല്ല. ജനത്തിന് പൊതുവായ ധാരണ കൊണ്ട് ദൈവം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു അവൻ്റെ തീരുമാനങ്ങൾ. നോ, ദൈവം അങ്ങനത്തെ ഒരാളല്ല. ഞാൻ തിരഞ്ഞെടുക്കുന്നു, ദൈവം കൈയോട്ട് വയ്ക്കുന്നു. അത്രയുണ്ടോ? ഇത്രയും കേട്ടിട്ട് ദണ്ഡന സ്ഥലം തിരഞ്ഞെടുക്കുന്നവർക്ക് അത് തന്നെ കിട്ടുവാൻ ആശംസിക്കുന്നു. അല്ല, അവിടെ പോകണ്ട എന്നാണ് ഇത് തിരഞ്ഞെടുപ്പെങ്കിൽ നിരപ്പ് പ്രാപിക്കുക. എന്തേ നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കുറ്റമുള്ളൂ. ഒരാളോട് ക്ഷമ പറയണമെങ്കിൽ അയാളുടെ മുമ്പിൽ ഒരു അല്പം ചെറുതാണ്. വേണ്ടേ? വേണ്ടേ? ഭർത്താവിൻ്റെ മുമ്പിൽ ചെറുതാവാനോ? അച്ഛൻ എന്താ വിചാരിച്ച്? എനിക്ക് കിട്ടണേണ്ട 4 ശമ്പളം ആ കക്ഷി കിട്ടണം. അയാളുടെ മുമ്പിൽ ഞാൻ ചെറുതാവുന്നത്. അയാളോട് ഞാൻ ക്ഷമ പറയണമെന്ന്. ഞാൻ ദണ്ഡന സ്ഥലത്ത് പൊക്കോളാം എന്ന് ഇവിടെ ഇരിക്കുന്ന 9 സ്ത്രീകൾ മനസ്സിൽ പറഞ്ഞു. ചിരിക്കണ്ട, സത്യം. നിനക്ക് അത് തന്നെ വന്നു. അനുഗ്രഹവും ആശംസയും എല്ലാം ഒരുമിച്ച് തരികയാണ്. അല്ല, വേണ്ടെന്നാണ് നിന്റെ ഉള്ളം പറയുന്നതെങ്കിൽ നിന്റെ ഭർത്താവ് കുറവുള്ളവനായിരിക്കും, കുറഞ്ഞ ശമ്പളമുള്ളവനായിരിക്കും, പാവമായിരിക്കും. ക്ഷമ പറഞ്ഞേരെ. ദണ്ഡന സ്ഥലം ചോദിച്ചു വാങ്ങരുത്. സഹോദര, മേൽമീശയുണ്ട്, ആണാണ്. ഭാര്യയുടെ മുമ്പിൽ അല്പം ചെറുതായാൽ അത് വലിയ മാനക്കേടാണ്, അല്ലേ? എടി പെണ്ണെ, ഞാനൊരു കുഴപ്പക്കാരനാണ്. വായ തോന്നിയതൊക്കെ വിളിച്ച് പറയും, കൈ കിട്ടിയതൊക്കെ എടുത്ത് എറിയും, കള്ളു കുടിക്കും, തോന്നിവാസം ജീവിക്കും, എന്നിട്ട് എല്ലാ കുറ്റവും നിന്റെ തല കെട്ടിവെക്കും. ഞാനൊരു ദുഷ്ടന്. എന്നാൽ ഇന്ന് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തന്ന മുറിവുകൾ നിന്റെ നെഞ്ചകത്ത് നീറ് നടത്തോളം എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ ദണ്ഡന സ്ഥലത്ത് പോകേണ്ടി വരും. അതിനിടെ വരാതിരിക്കാൻ പൊന്നുമുളെ പൊറുക്കണം എന്നോട് എന്നൊന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ചെറുതാവേണ്ടി വരില്ലേ? അത് മാനക്കേടല്ലേ? അഹങ്കാരം കൊണ്ടല്ലേ സ്നേഹിത നിനക്ക് നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനും ക്ഷമ പറയാനും കഴിയാത്തത്? അത് തന്നെയല്ലേ സഹോദരി നിന്റെയും കുഴപ്പം? അഹങ്കാരം. ഒന്ന് താണാൽ വലിയൊരു ശിക്ഷ ഒഴിവായി കിട്ടും. ഹല്ലേലൂയ. അല്പം ഒന്ന് താണാൽ നിന്റെ വിധി നീ നിർണയിക്കും. നിത്യദണ്ഡനത്തിൽ പോകേണ്ടി വരില്ല. മനസ്സുണ്ടോ ഈ രാത്രി മാനസാന്തരപ്പെടാൻ? മനസ്സുണ്ടോ ഈ രാത്രി പ്രാപിക്കാൻ? മനസ്സുണ്ടോ ഈ ആണ്ടിലെ നോമ്പെങ്കിലും നോമ്പായിട്ട് അനുഷ്ഠിപ്പാൻ?
സാധിച്ചില്ലെങ്കിലും കർത്താവിന്റെ പീഡാസഹനത്തോടും പെസഹായാഗത്തോടും അവന്റെ കാൽവരിയാഗത്തോടും അവന്റെ ഉത്ഥാന പെരുന്നാളിനോടും മനസ്സാലൊന്ന് താതാത്മ്യപ്പെടാൻ, നാടകം വിട്ടിട്ട് ഒന്ന് നിലത്തിറങ്ങി നിന്ന് മനുഷ്യനായി ജീവിക്കാൻ മനസ്സുണ്ടാവും എങ്കിൽ തിരുത്തപ്പെട്ടുകൊള്ളുക. ഹല്ലേലൂയ. തിരുത്തപ്പെട്ടുകൊള്ളുക. ഈ ജീവിതം വിലപ്പെട്ടതാണ്. നമ്മൾ ഇതിന് കൊടുക്കുന്നതിന്റെ 1000 മടങ്ങ് വില ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യന്റെ ആത്മാവിന് കർത്താവിട്ട വില ഈ ഭൂഗോളത്തിന്റെ വിലയേക്കാൾ അധികമാണ്. ഹല്ലേലൂയ. അത്രയും വിലയുള്ളവനാ നീ. നരകത്തിൽ ചെല്ലാനുള്ള പണിയെടുക്കരുത്. നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. അല്പം അപമാനിതരായാലും ഒന്ന് താണാലും ഒരു കുഴപ്പമില്ല. നിരപ്പ് പ്രാപിക്കണം. സ്തോത്രം. ദൈവം അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. കണ്ണുകളെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ വ്യക്തതയോടെ ഞങ്ങളോട് സംവദിക്കുകയായിരുന്നു. ക്ഷമ എന്ന 2 അക്ഷരത്തിന്റെ ആവശ്യകതയും അതിന്റെ ശക്തിയും അതിന്റെ പരപ്പും അതിന്റെ ആഴവും നീ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, നീ പറഞ്ഞ ഉപമയിലൂടെ വ്യക്തമായി ഞങ്ങളത് കേട്ടു, ഞങ്ങൾ ധ്യാനിച്ചു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് മുറിവുകൾ നെഞ്ചകത്ത് കയറി പലരോടും നാടുകളായി സംസാരിക്കാതെ, ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു മുറിക്കുള്ളിൽ ദൈവമേ അന്തി ഉറങ്ങിയിട്ട് രമ്യതപ്പെടാതെ, ഉള്ളു തുറന്ന് സംസാരിക്കാതെ, കണ്ണിൽ നോക്കി ചിരിക്കാതെ, ദൈവമേ ഞങ്ങൾ പ്രാർത്ഥനയുടെ മുഖം മൂടിയിട്ടവരും യാഗം കഴിക്കുന്നവരും ഒരുപാട് ഇടങ്ങളിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുമായി നാടകം കളിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. നീ ഞങ്ങളുടെ ഉള്ളു കണ്ടെത്തിയിരിക്കുന്നു. നീ ഞങ്ങളുടെ നെഞ്ചകം വായിച്ചിരിക്കുന്നു. നീ ഞങ്ങളുടെ പിഴവുകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തിരുത്തപ്പെട്ടില്ലെങ്കിൽ ദണ്ഡന സ്ഥലത്ത് പോകേണ്ടി വരുമെന്ന് ആണയിട്ട് ആവർത്തിച്ച് നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നാഥ, ഇത്രയും കേട്ടിട്ട് ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. ഈ രാത്രി കേട്ടതോത് അപ്പനെ, നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ കരുതലിന്റെ വെളിപ്പെടുത്തലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിലവിളിച്ചതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, നീ നിന്റെ മക്കളെ വാത്സല്യക്കൊണ്ട് ഞങ്ങളെ ശാസിച്ചതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിനെ മറികടന്ന് പോകാനും ഞങ്ങൾക്ക് ഇടവരുന്നത്. കേട്ട ദൂതിനോട് അനുകൂലപ്പെട്ടിട്ട് തിരുമുമ്പിൽ കരഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് രമ്യതപ്പെട്ട് കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് യോഗ്യതയുള്ള ആരാധന കരയേറ്റി തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വിനയപൂർവ്വം സമർപ്പിക്കുന്ന പ്രാണപ്രിയ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവമക്കളെ, 9 മണിക്ക് പിരിച്ചുവിടേണ്ട യോഗമാണ്. 10 മിനിറ്റോളം ഞാൻ കവർന്നെടുത്തിട്ടുണ്ട്. മാപ്പാക്കണം. ഇന്ന് അബുദാബിയിൽ വരുവാൻ എൻ്റെ കർത്താവ് നിങ്ങളോട് പങ്കിടുവാൻ എൻ്റെ ഉള്ളത്തിൽ അനേകവട്ടം പ്രേരിപ്പിച്ച ഈ ഒരു സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഇടവരുത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് ഈ ഇടവകയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും ഈ ദേശത്തിനും പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും ഓർക്കണമേ. സ്വാഗതം പറഞ്ഞ സ്നേഹിതൻ പരിചയപ്പെടുത്തി അച്ഛൻ്റെ കുടുംബത്തെ. കൊച്ചമ്മ വന്നിട്ടുണ്ട്. പരിചയപ്പെടുത്തിയപ്പോൾ 2 മക്കളാണെന്നാണ് പറഞ്ഞത്. ഞാൻ ദുബൈയിലത് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ദൈവം 3 മക്കളെ. മൂത്ത മകൻ മത്തായി കുഞ്ഞ്, അവന് 22-23 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി താമസം ഞങ്ങളോടൊപ്പമല്ല. 10 ആണ്ട് മുമ്പ് ഷാജി തോമസ് അച്ഛൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു എൻ്റെ മത്തായി കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, 2003 ആണ്ട് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഞാനൊരു മീറ്റിങ്ങിന് പ്രസംഗിച്ച് മടങ്ങി വരുമ്പോൾ ഉറക്കത്തിൽ ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് 12 വയസ്സുള്ള കുഞ്ഞ് കർത്താവ് വിളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പതറിയെങ്കിലും പിന്നീട് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു. രാത്രി 12:45 മണിക്ക് ഒരു കുഞ്ഞു പെട്ടിക്കകത്ത് മകൻ്റെ മൃതദേഹം ഞങ്ങളന്ന് താമസിച്ച വാടക വീടിൻ്റെ സ്വീകരണ മുറിയിൽ എത്തിച്ചു വെച്ചപ്പോൾ 10-12 വൈദികരും ഏതാണ്ട് 3000-ഓളം പുരുഷാരവും അവിടെ തടിച്ചു കൂടി കഴിഞ്ഞിരുന്നു. കുനിഞ്ഞ മകൻ്റെ നിറയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് പെട്ടിക്ക് മുമ്പിൽ നിന്ന് പാടിത്തുടങ്ങിയത് കൊച്ചുകുഞ്ഞു പ്രദേശി പാടിയ പാട്ടാണ്.
111 പ്രത്യാശാഗാനങ്ങൾ അനേക ആവർത്തി അത്യുച്ചത്തിൽ പാടുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്വന്തം മകന്റെ വേർപാടിൽ മനം തകർന്നു പോയ അച്ഛനെ ഏതു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുമെന്നറിയാതെ മെത്രാപ്പൊലീത്തമാരും അച്ഛന്മാരും വീർപ്പുമുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വന്തം കുഞ്ഞിന്റെ പെട്ടിക്കെടുത്ത് എഴുന്നേറ്റ് നിന്ന് 1.5 മണിക്കൂർ മകന് വേണ്ടി ചരമപ്രസംഗം പറഞ്ഞ ഒരപ്പനെ ഞാൻ പതറിപ്പോയില്ല, തളർന്നു പോയില്ല, വാടിപ്പോയില്ല. ഘോഷിക്കപ്പെട്ട യേശുവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞുകൊണ്ടാണ്. എൻ്റെ കുടുംബവും തളർന്നിട്ടില്ല. ദൈവം ഞങ്ങളെ ബലത്തോടെ നിർത്തി. അതിനു മുമ്പ് ചെയ്തതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവ് അച്ഛനെ എടുത്തുപയോഗിച്ചു. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കർത്താവിൻ്റെ ദിവ്യ സന്ദേശം വഹിക്കുവാൻ ഈ നാളുകളിൽ ഉപയോഗിക്കുന്നു. ഈ പ്രാവശ്യത്തെ UAE സന്ദർശനത്തിൽ കുടുംബസമേതം വരുവാൻ ഇടവരുത്തിയവരെ, അതിനെ സഹായിച്ചവരെയൊക്കെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കണം. ദൈവമക്കളെ, ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ ആൽബർട്ട് BDS 2ാം വർഷം പഠിക്കുന്നു കോതമംഗലത്ത്. ഇളയ കുഞ്ഞ് അവൻ ജ്യേഷ്ഠനെ കണ്ടിട്ടില്ല. ജ്യേഷ്ഠ സഹോദരൻ പോയി മൂത്ത വലിയേട്ടായി എന്നാണ് ഞങ്ങൾ അവൻ പറയുക. പോയി ചില മാസങ്ങൾക്ക് ശേഷമാണ് അവൻ ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത്. ഒരളവിൽ പറഞ്ഞ 2 പേരെയും കണ്ടാൽ പോയിരിക്കും. ഗായോസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മിടുക്കനായിരിക്കുന്നു. ഇന്നും ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചു. ദൈവമക്കളെ, ഞങ്ങൾ വയനാട് സ്വദേശികളാണ്. മിഷൻ ഫീൽഡുകളിലൂടെ 12 വർഷം യാത്ര ചെയ്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ താമസിച്ചു. കണ്ണൂർ ജില്ലയിലാണ് ഷാജി അച്ഛനുമായി പരിചയം. ഒടുവിൽ കോതമംഗലത്ത് കഴിഞ്ഞ 12 വർഷത്തോളമായി ഞങ്ങൾ വീട് വെച്ച് താമസിച്ചു. കർത്താവ് നടത്തുന്നു. കർത്താവിൻ്റെ കൃപയല്ലാതെ അവകാശപ്പെടാനൊന്നും കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് ഓർക്കണമേ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കില്ലെന്നറിയാം. അച്ഛനെ ഓർക്കുമ്പോൾ, അച്ഛനെക്കുറിച്ച് വല്ലതും സംസാരിക്കുമ്പോൾ, അത് കുശുമ്പാണെങ്കിൽ പോലും ഒരു വാക്ക് പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. നിങ്ങൾ അച്ഛൻ്റെ മിനിസ്ട്രിയെ പ്രാർത്ഥിച്ച് സഹായിക്കുക. ശാലോം ടെലിവിഷനിലൂടെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 ഇന്ത്യൻ ടൈം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 11 മണി, ആത്മീയ യാത്രാ ചാനലിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണി മുതൽ 7 വരെ, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4:30 മണി മുതൽ 5 മണി വരെ എല്ലാ ആഴ്ചകളിലും പ്രസംഗം ടെലികാസ്റ്റ് ചെയ്യുന്നു. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അച്ഛൻ്റെ പേര് അവിടെ അടിച്ചു കൊടുത്താൽ ഏതാണ്ട് 23 ലൈവ് പ്രസംഗങ്ങൾ ഞാനറിയാതെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന ആരൊക്കെയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം, ഡൗൺലോഡ് ചെയ്യാം, കൈമാറ്റം ചെയ്യാം. കർത്താവിൻ്റെ സുവിശേഷം പ്രകാശിക്കട്ടെ. ഈ മർത്തോമ സുറിയാനി സഭയുടെ UAEയിലുള്ളതായ ഇടപാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദ്യമായ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ തുടർന്നുള്ള ദിവസങ്ങളിലും പല മേഖലകളിലായിട്ട് മീറ്റിങ്ങുകളുണ്ടല്ലോ. വന്നെത്താൻ നിങ്ങൾക്ക് പ്രാപ്തിയാകുമെങ്കിൽ, സാഹചര്യം അനുകൂലമാകുമെങ്കിൽ എല്ലായിടത്തും വരിക, പ്രോത്സാഹിപ്പിക്കുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും തരുന്നു. ഒരു വാക്ക് ആവർത്തിക്കട്ടെ. ക്ഷമിക്കാതെയും ക്ഷമിക്കപ്പെടാതെയും ഒരു രാത്രി പോലും ഉറങ്ങരുത്. അത് അപകടമാണ്. സൂക്ഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളരെ ഗൗരവമായി ഒരു സ്വയശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് പകർന്നു വന്ന ഇരുവായുധരുടെ വളരെക്കാൾ മൂർച്ചയുള്ള വരസ്സുകൾക്കായിട്ട് സ്തോത്രം. ക്ഷമിക്കാതെ ക്ഷമിക്കപ്പെടാതെയുള്ള നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ കുർബാനയും നിങ്ങളുടെ എല്ലാ ഭക്തി പ്രകടനങ്ങളുമെല്ലാം പൊള്ളയാണെന്ന് ശക്തമായ ഭാഷയിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സ്തോത്രം. ക്ഷമിക്കാതെ ഒരു രാത്രി പോലും ജീവിക്കരുത്, അത് അപകടമാണെന്നുള്ള മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകിയതോർത്ത് സ്തോത്രം. ദൈവമേ, നോമ്പിൻ്റെ കാലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിന്നോടുള്ള ബന്ധങ്ങളിൽ നിരപ്പ് പ്രാപിക്കുവാൻ, സോദരനോടുള്ള ബന്ധങ്ങളിൽ നിരപ്പ് പ്രാപിക്കുവാൻ, നിരപ്പിൻ്റെ ജീവിതാനുഭവം നിങ്ങളുടെ അനുഭവമായി മാറുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധമായ വചനം നിങ്ങൾക്ക് പകർന്നു പ്രിയപ്പെട്ട അച്ഛനായിട്ടും അച്ഛൻ്റെ വിലയേറിയ ശുശ്രൂഷകൾക്കായിട്ടും സ്തോത്രം. ലോകമുള്ളിടത്തോളം അങ്ങയുടെ കരങ്ങളിൽ ഇണങ്ങിയായുധമായ ജനദാസൻ സുവിശേഷത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കായിട്ട് സ്തോത്രം, മക്കൾക്ക് വേണ്ടി സ്തോത്രം.
കുടുംബമായിട്ടുള്ള നന്മകളും നല്ലവരങ്ങളും നൽകണം. ഈ വലിയ ശുശ്രൂഷകൾ ഈ ദേശത്തിന് അനുഗ്രഹത്തിന് കാരണമാകണം. വചനം കേട്ട് മടങ്ങി പോകുന്ന നിങ്ങളെല്ലാവരോടും കരുണ കാണിക്കണമേ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുവാൻ തോന്നിക്കണമേ. എല്ലാ മഹത്വവും കർത്താവിന്റെ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആശീർവാദം പ്രാപിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപയും ആവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും എല്ലായ്പ്പോഴും ആവസിച്ചിരിക്കുമാറാകട്ടെ. നമുക്ക്